ഒരു ഒരു സഹോദരി, നിങ്ങളെപ്പോലൊരു സഹോദരി എനിക്കൊരു കത്ത് കൊടുത്തന്ന്. ആ കത്ത് എഴുതിയിരിക്കുന്ന കാര്യമാണ്, എനിക്ക് ഒരപേക്ഷയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ച താങ്കളുടെ മുടിയാണ്. ആ മുടി മുറിക്കരുത് എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ആ മുടി താങ്കളുടെ ശക്തിയാണ്. ബൈബിളിൽ ഒരു കഥാപാത്രമുണ്ട്, സാംസൺ. സാംസന്റെ ശക്തി മുടിയായിരുന്നു. അതുകൊണ്ട് എൻ്റെ അപേക്ഷ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരു കന്യാസ്ത്രീ എഴുതിയിരിക്കുന്നത്. അവരെ ഇങ്ങനെ പറയേണ്ട കാര്യം എന്താ? നമ്മൾ നോക്കണ്ടേ, ഓരോ സ്ഥാനാർത്ഥിയും ജനങ്ങൾ അളക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ അളവുകോലാണ് ഈ കന്യാസ്ത്രീ എനിക്കെഴുതിയ കത്തിനകത്ത് പ്രകടമാകുന്നത്. ദൈവം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിനകത്തുള്ള അവൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഇറക്കി വെക്കാനുള്ള അത്താണിയാണ്. കമ്മ്യൂണിസ്റ്റുകാരെ കൂട്ടത്തിന് മഹാഭൂരിപക്ഷം ആളുകളും ഈശ്വര വിശ്വാസികളാണ്. ഞങ്ങൾക്ക് തെറ്റ് കഴിയില്ല. പൊതുപ്രവർത്തകർക്ക്, കമ്മ്യൂണിസ്റ്റുകാർക്ക് തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഭയമുണ്ട്. ആരെ? ജനങ്ങളെ ഭയന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ജനങ്ങളുടെ ദാസന്മാരായ ഈ നാട്ടിലെ പൊതുപ്രവർത്തകന്മാർ. രാമനെ നമ്മൾ സ്വീകരിക്കുന്ന മതമായതുകൊണ്ട് മഹാത്മാഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തെ ജനകീയവൽക്കരിച്ചതിൻ്റെ ഒരു പ്രധാന ഭാഗം രാമരാജ്യം എന്ന പേരാണ്. ആ രാമരാജ്യമാണ് കൊണ്ടുപോയിട്ട് കാപട്യത്തിൻ്റെ രാമരാജ്യമാക്കുന്നത്. സത്യത്തിൻ്റെ വഴി ഉള്ളപ്പോൾ തന്നെ മിഥ്യയുടെ വഴിയിലേക്ക് കൊണ്ടുപോകുക നമ്മളെ ഭരണാധികാരികൾ. അവർ അതിനുവേണ്ടി എല്ലാം ഉപയോഗിക്കുക. നമ്മുടെ ചരിത്രം അവർ വളച്ചൊടിക്കുന്നു, മാറ്റിയിടുന്നു. തെറ്റായ മാർഗത്തിലേക്ക് മനുഷ്യനെ നയിക്കാൻ വേണ്ടി ഏറ്റവും വൈദഗ്ധ്യമുള്ളവരവർ. കാരണം അവർ ലോകത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റുകളുടെ ഭാഗമാണിതെന്ന കാര്യം കൂടി മറന്നു. CPI മുൻ സംസ്ഥാന സെക്രട്ടറിയും കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഏറ്റവും സമുന്നതനായ കമ്മ്യൂണിസ്റ്റ് നേതാവുമായ പന്ന്യൻ രവീന്ദ്രനാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. ഇന്നലെ ഏറ്റവും അവസാനം നടന്നൊരു വാർത്തയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. കടമെടുപ്പിൽ സുപ്രീം കോടതിയിൽ വാദപ്രതിവാദങ്ങൾ നടക്കുകയാണ്, വാദം തുടരുകയാണ്. കേരളത്തിൻ്റെ ഒരു നിലപാട് കേരളം അറിയിച്ചു കഴിഞ്ഞു. എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് ഈ ഒരു അവസ്ഥയിൽ? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പൊതു അജണ്ടയാണ്. അവരല്ലാത്ത ഏത് ഗവൺമെൻറ്റുകളെയും ഏത് തരത്തിലും വീർപ്പ് മുട്ടിച്ച് കൊല്ലുക എന്നുള്ള അവരുടെ സമീപനം ഒരിക്കലും സംഭവിച്ചുകൂടാത്തൊരു കാര്യമാണത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മന്ത്രിമാരൊക്കെ ഇവിടെ വന്നിട്ട് ഒരുപാട് പ്രസംഗിച്ചതാണ്. ഒരു പൈസയും കൊടുക്കാനുള്ള കൃത്യമായി പണം കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ അവരൊരു കാര്യം സംബന്ധിച്ച് 13,000 കോടി രൂപ 11 2 ചേർത്ത് നമ്മളിപ്പോൾ കൊടുക്കാം, അതോടെ കേസ് തീർക്കണം എന്നാണ് പറഞ്ഞത്. എന്തിനാ സുപ്രീം കോടതിയിൽ പോകേണ്ട വന്നത്? നമ്മുടെ രാജ്യത്തൊരു ഭരണഘടനയുണ്ട്. ഭരണഘടന അനുസരിച്ച എല്ലാ രാജ്യത്തിലെ ഭരണാധികാരികളും ഭരിക്കുന്നത്. അതനുസരിച്ചാണ് സംസ്ഥാനങ്ങളിലെ ഭരണകൂടങ്ങളും. ഫെഡറൽ ഭരണ സംവിധാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് ന്യായമായും കൊടുക്കേണ്ട വിഹിതമുണ്ട്. ആ വിഹിതം കൊടുക്കുന്നില്ല എന്നുള്ളത് ഒരുപാട് കാലമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും പറയുമ്പോൾ നമ്മൾ കൊടുത്തു എന്നൊരു വാക്ക് അവർ പറയാറ്. എന്തായാലും സുപ്രീം കോടതിയിൽ ഇപ്പോൾ ആ കാര്യം ഗവൺമെൻറ്റിനെ സമ്മതിക്കേണ്ടതല്ല. 13,000 കോടി ഇപ്പോൾ നമ്മൾ കൊടുക്കാം, കേസ് തീർക്കണം, ഹർജി പിൻവലിക്കണം. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്തൊരവസ്ഥയാണ്. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും കാലമായില്ലേ, ഭരണകൂടങ്ങൾ മാറി മാറി വന്ന്. എന്നാൽ ഒരു ഭരണകൂടവും ഭരണത്തിൻ്റെ സമ്പത്തിൻ്റെയും ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഒരു സംസ്ഥാനത്തെ ഞെരുക്കിക്കൊല്ലുക എന്ന് പറയുന്ന സമീപനം സ്വീകരിക്കുന്നത് നമ്മുടെ ചരിത്രത്തിൽ ഒരുപാട് കണ്ടിട്ടില്ല, ഇപ്പോൾ കാണുകയാണ്. ഇത് അപകടകരമായൊരു പ്രവണതയാണ്. കാരണം രാജ്യം ഭരിക്കുന്ന ഒരു ഭരണാധികാരി, ആ ഭരണാധികാരി എടുക്കുന്ന പൊതു സമീപനമാണ് കാര്യം. അവർക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയോടും അതോടനുബന്ധിച്ച സംവിധാനങ്ങളോടും അവർക്ക് തീരെ ഒരു തരത്തിലുള്ള ഒരു അടുപ്പവും അവർക്കില്ല. അവർക്ക് അവരുടെ അജണ്ട നടപ്പിലാക്കണമെന്നാണ്. അതിന് വളഞ്ഞ വഴികൾ സ്വീകരിക്കുമെന്ന് പറയുന്ന സമീപനം നമ്മുടെ രാജ്യം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. വളഞ്ഞ വഴികളെല്ലാം ആ വളഞ്ഞ വഴിയിൽ ഒന്നാണ് ഇപ്പം വെളിച്ചത്ത് വന്ന ഒരു വളഞ്ഞ വഴി. അതാണ് ഇപ്പോൾ കണ്ട ഈ സുപ്രീം കോടതിയിലെ അവരുടെ വാദം നമുക്ക് കാണിക്കുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുകയാണല്ലോ. എപ്പോഴും കഴിഞ്ഞ ദിവസവും അങ്ങ് പറഞ്ഞു എന്നെ ബുദ്ധിമുട്ടിക്കരുത്, സ്ഥാനാർത്ഥിയാവും എന്നില്ലാന്ന്. അങ്ങനെ ഒരു തീരുമാനത്തിൽ ഉറച്ചു തന്നെയാണോ? ഇനിയും സ്ഥാനാർത്ഥി ഭാഗത്തേക്കൊന്നും വരില്ല എന്നുള്ള ഉറപ്പിൽ തന്നെയാണോ ഇപ്പോഴും ഉള്ളത്? അത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രീതിയിൽ പാർട്ടി അംഗത്വം എടുത്താൽ
പാർട്ടി പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാൻ ബാധ്യസ്ഥരാണ്. എന്നാൽ പാർട്ടിയോട് നമുക്കുള്ള കാര്യങ്ങൾ നേരിട്ട് അങ്ങോട്ടും പറയാം. നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധം നല്ല ബന്ധമാണ് പാർട്ടി. അപ്പോൾ പാർട്ടി എന്നോട് പറഞ്ഞു, പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ചില കാര്യങ്ങൾ പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനത്തിൽ ഒരുപാട് പ്രവർത്തിക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പുള്ള ആളിയല്ല വ്യക്തിപരമായിട്ട്. അതിന് പ്രാപ്തന്മാരായ ഒരുപാട് ആളുകളുണ്ട്. മാത്രമല്ല, പുതിയ തലമുറക്ക് നമ്മുടെ ഈ സംവിധാനത്തിൽ വരാനും അവരെ കഴിവ് പ്രകടിപ്പിക്കാനുള്ള അവസരം കൊടുക്കും വേണം. അങ്ങനെ വരണം എന്ന് വരുമ്പോൾ നമ്മൾ പഴയ ആളുകൾ ഇവിടെ പിടിച്ചു നിൽക്കുകയും എന്നിട്ട് നമ്മൾ തന്നെയാവും, നമ്മളെയാണ് ജനങ്ങൾ സ്വീകരിക്കുക എന്നൊക്കെ പറയുന്നൊരർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ശരിയല്ല. ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് വന്നിട്ട് ഏതാണ്ട് 40 വർഷമായി. 86 മുതൽ സ്ഥിരമായിട്ടുണ്ട്. അതിനു മുമ്പ് 3 വർഷം വേറെയുമുണ്ട്. കാരണം 79, 82 AIYF സംസ്ഥാന പ്രസിഡൻ്റായി. അന്ന് തൊഴിൽ അല്ലെങ്കിൽ ജയിൽ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട ആളായി. അങ്ങനെ ഞാനവിടെ പ്രവർത്തിച്ച. അപ്പം അങ്ങനെ ഈ നാട്ടിൽ വന്ന് ഈ നാട്ടിൻ്റെ ഒരാളായി പ്രവർത്തിക്കുന്ന എനിക്ക് ആ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളിൽ സഹായിക്കാൻ കഴിയും. അതിന് ഒരു പാർലമെൻറ്റ് മെമ്പർ എന്ന് പറയുന്ന പദവി തന്നെ വേണമെന്നില്ല. പാർലമെൻറ്റ് മെമ്പർ എന്ന പദവിയിൽ ഞാൻ ഏതാണ്ട് 3 വർഷവും 4 മാസവും ജില്ലാനാണ് നിന്നുള്ളൂ. കാരണം ഒരു ടേം പൂർത്തിയാക്കിയിട്ടില്ല. സാധാരണഗതിയിൽ ഒരു ന്യായം പറയാം, ഒരു ടേം പൂർത്തിയാക്കിയിട്ടില്ലല്ലോ, എനിക്കൊന്നുകൂടി തന്നുകൂടെ എന്ന് ചോദിക്കുക. ഞാൻ അങ്ങനെ ഒരു ഏർപ്പാട് ഞാൻ അന്നേ പറഞ്ഞ് നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് വെളിയത്തോട് പറഞ്ഞ്, സഖാവേ എന്നെ അങ്ങ് ഒഴിവാക്ക്, പുതിയ ആളെ വെക്ക്. സാധാരണഗതിയിൽ അങ്ങനെ ചെയ്യേണ്ടത്. പക്ഷേ ഇതൊരു പ്രത്യേക സിറ്റുവേഷനിൽ നമ്മളെ പാർട്ടി വളരെ ആലോചിച്ച് പറയുന്നൊരു കാര്യമാണ്. ഞാൻ ഒരുപാട് ആലോചിച്ച് ഞാൻ ആ രംഗത്ത് നിന്ന് മാറാൻ നേരത്തിലുള്ള തീരുമാനത്തിൽ നിന്ന് മാറാൻ ഇതുവരെ ആലോചിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഒരു ആലോചന എൻ്റെ ഭാഗത്തുനിന്ന് അത് ഞാൻ പരസ്യമായി പറയുകയും ചെയ്തു. ഇത് പറയുന്നത് വെറുതെ ഒരു പറച്ചൽ എന്നുള്ള രീതിയിൽ പറഞ്ഞതല്ല, ഞാൻ സത്യസന്ധമായി പറഞ്ഞതാണ്. കാരണം പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ഇന്ന് ഒരു ക്രൂഷ്യൽ ടൈമാണ്. കാരണം നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതി നമുക്ക് നിലനിൽക്കണം. ആ ജനാധിപത്യ വ്യവസ്ഥ നിലനിർത്താൻ വേണ്ടി വലിയ പോരാട്ടം നടന്നതാണ്. ഇന്ത്യ എന്ന രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇതുപോലൊരു രാജ്യമായി വളർത്തിയെടുക്കാൻ വേണ്ടി നടത്തിയ വലിയ പോരാട്ടമുണ്ട്. ബ്രിട്ടീഷുകാരനെ പുറത്താക്കി. ഇവിടെയാണെങ്കിൽ നമ്മുടെ തിരുവിതാംകൂർ രാജാക്കന്മാരെ പുറത്താക്കി. രാജ്യമാകെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വെളിച്ചത്തിൽ നമ്മുടെ നാട് മുന്നോട്ട് നീങ്ങുമ്പോൾ പിന്നെ നാട്ടിലെ ജനങ്ങൾക്ക് കൂടുതൽ കാര്യം ചെയ്യാൻ ഇവിടുത്തെ വരുന്ന ഭരണാധികാരികൾക്ക് അതിനുള്ള സാധാരണഗതിയിൽ ആ ഭരണാധികാരികൾ അത് ചെയ്തേ മതിയാവും. അങ്ങനെയുള്ളൊരു ഭരണാധികാരി വർഗ്ഗമാണ് നമ്മുടെ നാട്ടിൽ തുടർന്ന് വരേണ്ടത്. പക്ഷേ CPIയുടെ ഒരു മുതിർന്ന നേതാവ് എന്ന നിലയിൽ താങ്കളെ പലപ്പോഴും അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? ഇല്ലില്ല, നോ അങ്ങനെയാ തോന്നുന്നത്, ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കണ്ണൂരിൽ നിന്നൊരു സാധാരണ കുടുംബത്തിനോ സാധാരണ പ്രവർത്തകനായിട്ട് വന്നതാ. ഒരു മോഹമില്ലാതെ വന്നതാ ഞാൻ. അല്ല, താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോന്നല്ല, ജനങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടാവില്ല. ജനങ്ങളെ കൂടെ ഞാനുണ്ടല്ലോ, എന്നും ഞാൻ ജനങ്ങളെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ്, കാരണം ജനങ്ങളെ കൂടെ എന്നുമുണ്ട്. അവരെ ഏത് പ്രശ്നത്തിലും അവരെ കൂടെയുണ്ട്. ഞാൻ ഒരു സ്ഥാനത്തും ഇല്ലെങ്കിലും അവർ നമ്മുടെ അടുത്ത് വരാം. എൻ്റെ അടുത്ത് മിക്കവാറും ഒരുപാട് ആളുകൾ വരുന്നതാണ്. അവരെൻ്റെ അടുത്ത് സംസാരിക്കുകയും അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാവുന്ന രീതിയിൽ ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ്. അല്ലാതെ അതിൽ ഞാൻ തന്നെ അതാവണം എങ്കിലേ ആവും എന്നൊരു ധാരണ എനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്നെ അങ്ങ് ഒഴിവാക്കിയേ പകരം ഒരാളെ നിശ്ചയിക്കണം. നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതുവരെ തീരുമാനമായിട്ടില്ല. യുവതലമുറയിൽ നിന്ന് ഒരാൾ ഉണ്ടെന്ന് കേൾക്കുന്നു, ശരിയാണോ? യുവതലമുറയിൽ നിന്ന് ഒരാളെ പരിഗണിക്കുന്നു എന്നുള്ളത് ശരിയാണോ? അല്ല, നമ്മൾ ഒരുപാട് പരിഗണിക്കുന്നുണ്ട്. അതേതാണ് നമ്മൾ നോക്കട്ടെ, പറ്റുന്ന ഒരാളെ നമുക്ക് നോക്കിയിട്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണിത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് രാജ്യത്തൊരു ഭാവി. ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെൻറ്റിന് പകരം ഒരു ഗവൺമെൻറ് എന്ന് പറയുന്നത് ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് ഈ ഗവൺമെൻറ്. ഒരു ഗവൺമെൻറ്റിനെ കൊണ്ട് നമുക്ക് സാധാരണ ജനങ്ങൾക്ക് എന്തായാലും ഗുണം ഉണ്ടാവേണ്ടത് എന്താ? നമുക്ക് ഏത് അപകടത്തിലും നമ്മളെ സഹായിക്കാൻ ഒരു കൈയുണ്ട് എന്നൊരു ബോധം വേണം. അതാണല്ലോ ഗവൺമെൻറ് എന്ന് പറയുന്നത്. നമുക്ക് ഏത് അവസരത്തിലും നമുക്ക് ഗവൺമെൻറ് ഒരു സംരക്ഷണ വലയമാണ് ഗവൺമെൻറ്. ഇപ്പോൾ ഇവിടെ നിപ്പ വന്ന്, ഓക്കി വന്ന്,
പ്രളയം വന്ന്, കോവിഡ് വന്ന്, ഇവിടെ രക്ഷകരെന്ന രീതിയിൽ ഇവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടായിരുന്നില്ലേ? ഗവൺമെൻറ് പരിമിതികൾക്കെല്ലാം അകത്തു നിന്നും പുറത്തു നിന്നും എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യ പ്രവർത്തനം നടത്തിയ ഒരു ഗവൺമെൻറ് ആ കേരളത്തിലെ ഗവൺമെൻറ്. ആ ഗവൺമെൻറ് നമ്മുടെ രാജ്യത്തിനൊരു പകരം സംവിധാനമാണെന്നാണ്. കാരണം പകരം സംവിധാനം, ആ പകരം സംവിധാനം ഇവിടെ വേണ്ടത്. ആ പകരം സംവിധാനത്തിന് വേണ്ടിയാണ് നമ്മുടെ രാജ്യം പരിശ്രമിക്കുന്നത്. അതിൻ്റെ ഒരു വെളിച്ചമുള്ളത് ഈ കേരളത്തിനാണ്. എന്നും കേരളമായിരുന്നു ഇന്ത്യക്കൊരു വഴികാട്ടി. അപ്പോൾ ഇത്തവണയും നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ക്രൂഷ്യലാണ്. ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് വെറും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന പേരിൽ മാത്രം ഒതുങ്ങില്ല. മതേതര മുന്നണി എന്ന് പറയുന്ന ഇന്ത്യക്ക് ഇനി പ്രതീക്ഷ മുഴുവനും മതേതരത്വമാണ്. നമ്മളെല്ലാം ഒരുപോലെ ജീവിക്കുന്ന ആളുകളല്ലേ? കേരളത്തിലെ ആളുകളെക്കുറിച്ച് പഴയ കാലത്തെ പറഞ്ഞത് എന്താ? ദൈവത്തിൻ്റെ സ്വന്തം നാട്, ഗോഡ്സ് ഓൺ കൺട്രി. എന്താ പ്രത്യേകത? എന്താ? നമ്മൾ തമ്മിൽ ജാതി മത വ്യത്യാസത്തിൻ്റെ പേരിൽ തമ്മിലടിയില്ലല്ലോ ഉണ്ടോ? രാജ്യത്ത് പല ഭാഗത്തും മനുഷ്യൻ മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ മനുഷ്യനെ ആക്രമിക്കുമ്പോൾ അതിന് കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന ഭരണാധികാരി ഉള്ളപ്പം ഇവിടെ അങ്ങനെ നടക്കുമോ? നമ്മളെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയുമെല്ലാം ഇവിടെ ഒരു കുടുംബത്തിലെ മക്കളെ പോലെ. ഓണമായാലും പെരുന്നാളായാലും ക്രിസ്മസ് ആയാലും നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നതല്ലേ? സമീപകാലങ്ങളിൽ അതിൽ മാറ്റം വന്നിട്ടില്ലേ? ആ മാറ്റമല്ലേ പറയുന്നത്? പറ്റില്ലെന്ന് നമ്മൾ പറയുന്നതല്ലേ? ആ മാറ്റത്തിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ജാഗ്രതപ്പെടേണ്ട സമയമാണിത്. നമ്മളെ കേരളത്തെ പോലും ആ വഴിയിലേക്ക് കൊണ്ടുപോകാനുള്ള ചില ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിൽ നമ്മൾ ജാഗ്രതപ്പെടണ്ടേ? കാരണം നമ്മളൊരു കുടുംബം അങ്ങനെയല്ലേ? ഇപ്പം നമ്മളൊക്കെ വന്നത് മലബാറിൽ നിന്നാണല്ലോ വന്നത്. മലബാർ എന്ന് പറഞ്ഞാൽ ആ കാര്യത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സ്ഥലമാണ്. പഴയ കാലത്തെ അന്ന് ബ്രിട്ടീഷ് മലബാറായിരുന്നല്ലോ. അന്ന് ആ ബ്രിട്ടീഷ് മലബാറിൽ ഉള്ള കാലത്ത് ഏറ്റവും കൂടുതൽ പ്രത്യേകതകളോടെ വന്നൊരു നാടായി മലബാർ. അപ്പോൾ ആ മലബാറിൻ്റെ പോരാട്ട വീര്യം, മലബാറിൻ്റെ പാരമ്പര്യം, മലബാറിൻ്റെ നന്മ, ആ നന്മ കേരളത്തിലാകെ വ്യാപിച്ചു. തിരുവിതാംകൂറിൻ്റെ ഈ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ശക്തമായ പോരാട്ടം, നിങ്ങൾ വഴി നടക്കാൻ കഴിയാത്ത നാടായിരുന്നില്ല ഇത്. ഇന്നും നമുക്ക് അടയാളങ്ങളുണ്ടല്ലോ. ചാന്നാൻ റോഡ് അടയാളമുണ്ടല്ലോ. പഴയ കാലത്ത് മൂലക്കരമുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. എത്ര നീചമായിരുന്നു ഇവിടെ. ആ നാട്ടിൽ നിന്ന് മാറിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അതിന് പിന്നിൽ നടന്ന സമരങ്ങൾ, ആ സമരങ്ങൾ നമുക്ക് മറക്കാനാവാത്ത ഒരാളുകൾ, ഒരുപാട് മനുഷ്യർ ജീവൻ കൊടുത്തു. അവർ ജീവൻ കൊടുത്ത് അവർക്ക് വേണ്ടിയാണോ? അല്ലല്ലോ. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നതിൻ്റെ പ്രധാനം എന്താ? അർപ്പിത മനസ്സുള്ള ഒരാൾ, അതാ കമ്മ്യൂണിസ്റ്റുകാരൻ. അത് പറഞ്ഞു നിർത്തിയെടുത്ത് ഞാൻ ചോദിക്കാം, ഇന്ദ്രജിത് ഗുപ്തയെ പോലെയുള്ള വലിയ അധികായന്മാർ ഒരു കാലത്ത് CPIയുടെ തലപ്പത്തുണ്ടായിരുന്നു. നയിക്കാൻ അത്രയും വലിയ നേതാവുണ്ടായിരുന്നു. അവിടെ നിന്ന് ദേശീയ തലത്തിൽ അത്രയും പ്രാധാന്യമുള്ളൊരു പാർട്ടി ഇന്ന് എന്താണ് ഭാവി CPIയുടെ? നമുക്ക് അങ്ങനെയൊന്നും നോക്കണ്ട നമ്മുടെ പാർട്ടിയെക്കുറിച്ച്. ഇന്ദ്രജിത് ഗുപ്ത നമ്മുടെ രാജ്യത്തിൽ ആഭ്യന്തരമന്ത്രി ആയിരുന്നു എന്നതിൻ്റെ അടയാളപ്പെടുത്തലുമുണ്ട്. കാരണം ഇന്ത്യയിലെ പട്ടാളക്കാർ മുതലുള്ള സകല വിഭാഗക്കാർക്കും ഇന്ന് ഓർക്കാവുന്ന അതാണ്. നമ്മുടെ നാട്ടിൽ തന്നെ പുന്നപ്രവലാർ എന്ന് പറയുന്ന ഐതിഹാസിക സമരത്തിൽ പങ്കെടുത്ത സമരഭടന്മാർ, അവരെ കുടുംബം, വളരെ വളരെ വിഷമിക്കുന്ന കുടുംബങ്ങൾ, ആ കുടുംബങ്ങൾക്ക് പെൻഷൻ എന്ന് പറയുന്ന ഏർപ്പാട് ഏർപ്പെടുത്തിയത് ഇന്ദ്രജിത് ഗുപ്തയാണ്. മാത്രമല്ല ഇലക്ഷൻ റിഫോംസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആളാണ്. മാത്രമല്ല ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിൻ്റെ പോരാട്ടത്തിന് മുൻനിന്ന ആളാണ് ഇന്ദ്രജിത് ഗുപ്ത. ഒരുപാട് കാലത്തെ പാരമ്പര്യമുള്ള ആളുകളാണ്. ആ തീക്ഷ്ണമായ ഒരു സമര പരമ്പരയിൽ കൂടി വളർന്നു വന്ന ഒരു തീക്കാറ്റ് പോലെ വളർന്നു വന്ന വിപ്ലവകാരിയാണ് ഇന്ദ്രജിത് ഗുപ്ത. ഇന്ദ്രജിത് ഗുപ്തയെ അതുപോലൊരാൾ എന്ന് പറഞ്ഞാൽ വളരെ അസാധ്യമാണ്. ഓരോ കാലത്തിലുമുള്ള ആളുകൾ അതുപോലെ എന്ന് പറയുന്നത് ഒരിക്കലുമല്ല. അതുപോലെ ഒരാൾ ഉണ്ടാവില്ല. നമുക്കിപ്പോൾ കേരളത്തിനെ നിങ്ങൾ നോക്കിക്കോ. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തന്നെ സഖാവ് കൃഷ്ണപിള്ളയാണ് നമുക്ക് ആദ്യം പോയത്. വളരെ ചെറുപ്പത്തിൽ പോയി. അതിനുശേഷം നിങ്ങൾക്കറിയാം അച്യുതമേനോൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു. അച്യുതമേനോനെ പോലൊരു മുഖ്യമന്ത്രി ഇനി നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ അത് പ്രയാസമുള്ള കാര്യമല്ലേ? ഓരോരുത്തരും അങ്ങനെയാണ്. ഇപ്പം നായനാർ നമ്മളെ മുമ്പിൽ ഏത് കാര്യത്തിനും നമുക്ക് പച്ച മനുഷ്യനായി നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന നായനാറില്ലേ? ആ നായനാർ ഇനി അതുപോലെ ഒരാൾ വേണമെന്ന് പറഞ്ഞാൽ വരുന്ന കാര്യമാണോ? അല്ല. അത് ഒരു കാലത്തിൻ്റെ
അടയാളപ്പെടുത്തലായ അതുപോലുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് നന്മകളുടെ വഴിയിൽ നമ്മളെ നയിച്ചതാണ്. അത്തരം ആളുകൾ വീണ്ടും അതുപോലുള്ള ആൾ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നേതാക്കന്മാർ മാറി മാറി വന്ന് അജയ് ഘോഷ് എന്നൊരു നേതാവുണ്ടായിരുന്നു, നമ്മുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അജയ് ഘോഷ്, ഇന്ദ്രജിത്ത് ഗുപ്ത. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ പാർട്ടിക്ക് എന്താ മുകളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് വന്നൊരു ഗ്രാഫാണോ CPI? അല്ലല്ല, ഒരു വിശകലനം എന്ന രീതിയിൽ, ആത്മവിമർശനം എന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങൾ അങ്ങനെ ധരിക്കണ്ട. പാർട്ടി തളർന്നു പോയി തകർന്നു പോയെന്ന് ധരിക്കണ്ട. പാർട്ടിക്ക് വേരുണ്ട് രാജ്യത്തിലാകമാനം. ഇന്നത്തെ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ഇപ്പോൾ തന്നെ രാജ്യം ഭരിക്കുന്നവർക്ക് 37% വോട്ടേ ഉള്ളൂ, 73 പുറത്താണ്. ഇന്ന് 37% രാജ്യം ഭരിക്കുന്ന BJPക്ക് വോട്ടുള്ളൂ. ഒരുപാട് പാർട്ടികൾ ചിത്രീകരിച്ച് പോയി. അതിൽ തന്നെ മിക്കവാറും നമ്മൾ ഇവിടെ കാണുന്ന മാതിരിയല്ല. ഇന്ത്യയുടെ പല ഭാഗത്തും നമുക്ക് ഏറ്റവും നല്ല ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമുണ്ട്, നമുക്ക് കാർഷിക മേഖലയിൽ പ്രസ്ഥാനമുണ്ട്, യുവജന പ്രസ്ഥാനമുണ്ട്. പക്ഷെ നമുക്ക് വോട്ടിംഗ് പാറ്റേൺ വരുമ്പോൾ താങ്കൾ അതാ ഉദ്ദേശിച്ചത്, അത് വെച്ചിട്ടാണ് പറഞ്ഞത്. അതിലേക്ക് നമ്മൾ തിരിച്ചു വരാനുള്ള പരിശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളതിനുള്ള അടവുകളും തന്ത്രങ്ങളും, തെരഞ്ഞെടുപ്പിൽ അടവുകളും തന്ത്രങ്ങളും അതൊരു ഘടകമാണ്. പാർട്ടി ഒരുപാട് പിന്നോട്ട് പോയി എന്ന് പറയുന്നത് ശരിയല്ല. നേരത്തെ നമ്മളെ പാർട്ടി കോൺഗ്രസിൻ്റെ റിപ്പോർട്ട് നമ്മൾ ആലോചിച്ചതാണ്. നമ്മളെ പാർട്ടി മെമ്പർഷിപ്പ് എന്താ നമുക്ക് വർദ്ധിച്ചു വരാത്തത്? നമുക്കെന്താ പാർട്ടി മെമ്പർഷിപ്പിൽ വർദ്ധിച്ചു വരാതെ? 6.5 ലക്ഷം മെമ്പർഷിപ്പ് ഇപ്പോൾ എത്തി. നമ്മൾ അന്നും പറഞ്ഞ് നമ്മളിങ്ങനെ അടുത്തടുത്ത് 5.5, 5.25, 6 ഇങ്ങനെ പോകുന്നത് എന്താ? മെമ്പർഷിപ്പിൻ്റെ എണ്ണത്തിലല്ല, പാർട്ടിയുടെ ഉള്ളടക്കത്തിൽ വളരെ പ്രധാനം ആ ഉള്ള മെമ്പർമാരുടെ പ്രവർത്തന നിരതമായ മെമ്പർഷിപ്പ് എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ പാർട്ടിക്ക് പൊതുവിൽ നമ്മുടെ രാജ്യത്ത് പൊതുവിൽ വന്ന ഒരുപാട് വിഷയങ്ങളിൽ ആ വിഷയങ്ങളിലെല്ലാം ഇടപെടുന്ന പാർട്ടിയാണ് നമ്മളെ പാർട്ടി. പക്ഷേ ആ പാർട്ടിക്ക് അതുപോലെ ബൂസ്റ്റ് ചെയ്യാൻ പുറത്ത് കാണിക്കാനില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അത് നമ്മൾ ആ രംഗത്തേക്ക് തിരിച്ചു വരാൻ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ CPM-നെ കുറിച്ച് പറയുമ്പോൾ ബംഗാളിലെ ഒരു പതനത്തെക്കുറിച്ച് എല്ലാവരും സൂചിപ്പിക്കാറുണ്ട്. എന്ന് പറയുന്ന പോലെ ബീഹാറിൽ എപ്പോഴും രണ്ടാം കക്ഷിയായി നിന്നൊരു പാർട്ടിയുടെ അവസ്ഥയാണ് ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്. എങ്ങനെയാണ് അതിനെയൊക്കെ കാണുന്നത്? ആ ഒരു മാറ്റം നമ്മളിപ്പോൾ പറയുമ്പോൾ പറയും നമ്മൾ ഇലക്ഷൻ്റെ ഇതല്ലല്ലോ ഒരു പാർട്ടിയെ നിശ്ചയിക്കുന്നത് എന്ന് പറയുമ്പോഴും അത് ഈ കാലഘട്ടത്തിൽ വലിയ പ്രാധാന്യമാണ് അല്ലേ? ഈ ഒരു നിലവിലെ ഇന്ത്യൻ സാഹചര്യത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. CPI പോലുള്ള പാർട്ടിക്ക് പലപ്പോഴും തിരുത്തലുകൾ നടത്താൻ പറ്റുന്ന ആർജവം കാണിച്ചിരുന്നൊരു പാർട്ടിയാണ്. ആ അർത്ഥത്തിലാണ് ചോദിക്കുന്നത്, എങ്ങനെയാണ് അതിനെ ആത്മവിമർശനം? അല്ല, നമ്മൾ ബീഹാറിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചതാണ്. നിങ്ങൾ ബീഹാറിലെ പാർട്ടി നിങ്ങൾ പറയും പോലെ പൂർണ്ണമായും ബീഹാറിലെ പാർട്ടി അങ്ങ് തകർന്നു പോയ പാർട്ടിയൊന്നുമല്ല. ബീഹാറിലെ പാർട്ടിക്ക് കുറച്ച് സ്ഥലത്ത് ക്ഷീണമുണ്ടായിരുന്നു. അതിന് പല കാരണങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന്, ഈ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ വളരെ പ്രധാനമെന്താ, എലക്ഷൻ കാലത്തുണ്ടാകുന്ന ടാറ്റിക്സാണ്. ഈ സീറ്റുകൾ കൂടുകയും കുറയുകയും ചെയ്യുന്ന അങ്ങനെയുള്ള ബന്ധങ്ങളും ടാറ്റിക്സ് ഉള്ളപ്പോഴാണ്. അതിൽ നിന്ന് മാറി വരിക. ആ മാറ്റത്തിൽ നമുക്ക് കുറച്ച് ഇലക്ട്രോളിൽ നമുക്ക് നല്ലോണം ക്ഷീണം വന്ന് അത് നമ്മൾ തിരിച്ചു പിടിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക ബീഹാറിൻ്റെ കാര്യത്തിൽ. അത് പിന്നെ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തുള്ള കാര്യങ്ങൾ, ബീഹാറിൽ മാത്രമല്ല മറ്റു സ്ഥലങ്ങളിലും. നമ്മൾ മണിപ്പൂർ നേരത്തെ നല്ല പാർട്ടിയായിരുന്നു, ഇപ്പം പാർട്ടി മോശമല്ല. പക്ഷേ മണിപ്പൂർ നേരത്തെ ഇന്നർ മണിപ്പൂർ നമ്മുടെ ഒരു സീറ്റായിരുന്നു, ഇപ്പോൾ അത് കിട്ടുന്നില്ല. നമ്മളതിനൊക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ആ പരിശ്രമം എന്ന് പറയുന്നത് പഴയ കാലത്തിൽ നിന്നും ഒരുപാട് മാറിയെന്താ, ഇപ്പോൾ എലക്ഷൻ എന്ന് പറയുന്നത് എവിടേക്ക് എത്തി? എലക്ഷൻ എന്ന് പറഞ്ഞാൽ ആളും അർത്ഥവും മാത്രം പോരാ. എലക്ഷന് സമ്പത്തൊരു വലിയ ഘടകമായി വന്നു. അതാണല്ലോ ഇപ്പം വരുന്നൊരു വിഷയം. അതാണല്ലോ സുപ്രീം കോടതി വിധി പറഞ്ഞതും അതാണല്ലോ, ഇലക്ടോറൽ ബോണ്ടിൻ്റെ കാര്യം. അപ്പം പണം എന്ന് പറയുന്നത് അധികാരി വർഗം സമ്പത്ത് സംഭരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കാനും തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടാനുമുള്ള ഒരു വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അതിനെല്ലാം നേരിടാൻ പറ്റിയ മനുഷ്യൻ്റെ ശക്തി, ഇച്ഛാശക്തി, അത് നമ്മളെ വളർത്തിയെടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പാർട്ടിയുടെ ഉള്ളടക്കത്തിലും ഇതുപോലെല്ലാം കണ്ടുകൊണ്ട് വർണ്ണശബളിമ പോലെ നാട്ടിൽ കാണുന്ന ഈ ഏർപ്പാട് കണ്ടുകൊണ്ടാണ് ചെറുപ്പക്കാർ വരേണ്ടത്. ഇതെല്ലാം കണ്ടിട്ടും താത്വികമായ കാര്യങ്ങളിൽ കുറച്ചുകൂടി മുന്നോട്ട് വരാൻ ഒരുപാട് ചെറുപ്പക്കാർ വരുന്നുണ്ടെന്നുള്ളൊരു ആശാവഹമായ കാര്യമാണ്. മാത്രമല്ല, നിങ്ങൾ ഡൽഹി ഇപ്പോൾ കാണാമല്ലോ, ഡൽഹി സമരത നമ്മുടെ കർഷകരുടെ സമരം. ആ സമരം നമ്മുടെ രാജ്യത്ത് ഒരു സമരം നടന്നതാണ്.
14 മാസം ഒരു സമരം നടന്നതാണ്. ആ സമരം നടന്നിട്ട് ഗവൺമെൻറ് അവരോട് തമ്മിലൊരു ധാരണയുണ്ടാക്കിയ ആ ധാരണ പൂർണ്ണമായും പൊളിച്ച് ഗവൺമെൻറ്. എന്താ പൊളിക്കുന്നത്? കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പൊളിച്ചതാണ്. ആ കോർപ്പറേറ്റുകളെടുത്ത എലക്ഷൻ ബോൾഡും ആകുന്നത് എന്ന് പറഞ്ഞാൽ സർക്കാർ ഈ കാണിക്കുന്നത് ഒരു തരത്തിലും നീതിക്ക് നിരക്കാത്ത ഒരുപാട് കാര്യങ്ങളാണെന്ന് ജനങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുള്ളതല്ലേ. ആ ബോധ്യം ജനങ്ങളിൽ ശരിക്കും എത്തിക്കേണ്ട ഒരു സമയമാണ് തെരഞ്ഞെടുപ്പ്. അതിന് പറ്റിയ ശക്തി നമുക്ക് സംഭരിക്കണമെങ്കിൽ അതിനും ഒരുപാട് ഏർപ്പാടുകളുണ്ട്. കാരണം ഇതിന് ജനങ്ങളിൽ എത്തിക്കണമെങ്കിൽ പഴയതുപോലെ എത്തിക്കാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ എത്തിക്കാൻ പല മാർഗങ്ങളും നോക്കണം. ആ മാർഗങ്ങൾ നമ്മൾ കുറേശ്ശെ നമ്മളെ പരിമിതിക്കനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമുക്ക് മെല്ലെ മെല്ലെ മുന്നോട്ട് വരാൻ കഴിയുന്ന എനിക്ക് വിശ്വാസം. കാരണം ലോകത്തിൻ്റെ ചരിത്രം തന്നെ അതാണ്. ബൂർഷ്വാ ഭരണവർഗം തങ്ങളുടെ കയ്യിലുള്ള എല്ലാ ആയുധം എടുത്തുകൊണ്ട് ഇവിടുത്തെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തെയും ചൂഷണത്തിനെതിരായി പോരാടുന്നവരെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരായി ഒരു തിരിച്ചടി, ജനകീയമായ തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ആ തിരിച്ചടി നമ്മുടെ രാജ്യത്തും ഉണ്ടാവും എന്ന കാര്യത്തിൽ ഒരിക്കലും സംശയിക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. മുൻകാലങ്ങളിൽ CPM നിശ്ചിതമായി വിമർശിച്ചിരുന്നൊരു പാർട്ടിയാണ് CPI. പല കാര്യങ്ങളിലും അത്തരം നിലപാടുകൾ വളരെ പ്രകടമായിട്ട് തന്നെ പറയാറുണ്ട്. ഈ സമീപകാലങ്ങളിൽ പല വിഷയങ്ങളിലും ഒരു മൃദു സമീപനം സ്വീകരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അതാണ് പ്രശ്നം. ഇത് സാധാരണഗതിയിൽ പലരും പറയാവുന്നൊരു കാര്യമാണ്. പക്ഷേ ഇത് നമ്മളൊരു മുന്നണിയാണ്. ഈ മുന്നണിയാണ് ഇന്ത്യയിൽ വരുന്ന മതനിരപേക്ഷ മുന്നണിയുടെ ശക്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ യൂണിറ്റിയാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരുമിച്ച് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് നമ്മൾ തർക്കങ്ങൾ തെരുവിൽ അലക്കാൻ തുടങ്ങിയാൽ അത് എതിരാളികൾക്ക് വലിയ ആയുധമാണ്. അത് ശരിക്കും മനസ്സിലായിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് പറയേണ്ട കാര്യങ്ങൾ അകത്ത് പറയും. നമ്മൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് പൊതുശീലമുണ്ടൊന്ന്, അകത്ത് പറയേണ്ട അകത്ത് പറയും, പുറത്ത് പറയേണ്ടത് എന്ന് പറഞ്ഞാൽ വിമർശനവും സ്വയം വിമർശനവും. സഖാവ് PKBയുടെ വാക്ക് ഞാൻ കടമെടുക്കാം. PKB ഒരിക്കൽ പറഞ്ഞിരുന്നു, ഓരോരുത്തരും ഓരോ കാര്യങ്ങളിലും ആരെങ്കിലും വിമർശിക്കുമ്പോൾ ആദ്യം ആ ടോർച്ച് സ്വന്തം ഹൃദയത്തിൽ നിന്ന് അടിച്ചു നോക്കണം, എൻ്റെ ഹൃദയം ശുദ്ധമാണെന്ന്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനെയാണ്. നമ്മൾ വിമർശനവും സ്വയം വിമർശനവും നടത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് പ്രശ്നങ്ങളുണ്ടാവും. കാരണം രണ്ട് പാർട്ടികൾ എന്നതിൽ പ്രശ്നം ഉണ്ടാവില്ലേ. എന്നാൽ കൂടുതൽ യോജിപ്പോടെ ഈ രണ്ട് പാർട്ടികൾ മുന്നോട്ട് പോകുന്ന ഒരു കാലമാണിത്. കാരണം ആപത്ത് വളരെ വലുതാണ്. ആപത്തിനെതിരായി നമ്മൾ ഒരുമിച്ച് പോരാടേണ്ട ആളുകൾ നമ്മൾ തമ്മിൽ തർക്കിക്കാൻ ഇവിടെ നിന്നാൽ ആപത്തുമായി വരുന്ന ആളുകളുണ്ടല്ലോ, അവരെ നമ്മളെ വിഴുങ്ങും, നമ്മളെ നാടിനെ വിഴുങ്ങും. നാടാണോ പ്രശ്നം, അല്ല നമ്മളെ തർക്കമാണോ പ്രശ്നം എന്ന് നമ്മൾ നോക്കേണ്ടി വരും. കമ്മ്യൂണിസ്റ്റുകാരൻ എപ്പോഴും ആപത്തിനെ ചെറുക്കാൻ വേണ്ടി, ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി തൽക്കാലം എന്തെങ്കിലും സഫർ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഈ ആപത്തിനെതിരായി നമുക്ക് യോജിച്ച് മുന്നോട്ട് പോകണമെന്ന കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന സംശയം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ കുറച്ച് തർക്കിക്കട്ടെ. ഇവിടെ ഒരുപാട് അതിൻ്റെ പേരിൽ ഒരുപാട് സന്തോഷിച്ച ആളുകളുണ്ട്. പ്രതിപക്ഷ കക്ഷികൾ എന്ന് പറയുന്നത് UDF നല്ല സന്തോഷമായിരുന്നു. CPM തെരുവിൽ വെച്ച് അങ്ങ് ഏറ്റുമുട്ടട്ടെ, നല്ല കാര്യം ഒന്ന് ഏറ്റുമുട്ടട്ടെ, എന്നാൽ CPM കുറച്ച് സഹായിച്ചേക്കാം. അതുപോലെ തന്നെ BJP കരുതി അവർക്കൊക്കെ നിരാശപ്പെടേണ്ടി വരുമെന്ന് അവർക്ക് അപ്പം മനസ്സിലായാലും ഇത് രാഷ്ട്രീയമാണ്. കമ്മ്യൂണിസ്റ്റുകാർ ദീർഘദർശിത്വത്തോടെ രാഷ്ട്രീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെ ദീർഘദർശിത്വത്തോടെ കൈകാര്യം ചെയ്തിട്ട് നമുക്ക് വഴികാട്ടിയ ആളുകളാണ് നമ്മളെ മുമ്പേ മറഞ്ഞുപോയ ആളുകൾ. അവരുടെ പാദത്തിൻ്റെ വന്ന വഴിയിലൂടെയല്ലേ നമ്മൾ വരുന്നത്. അതുകൊണ്ട് അങ്ങനെ സംശയിക്കുന്നു. തിരുത്തലുകൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടെന്ന് തന്നെയാണ് അല്ലേ? ഏത് തിരുത്തലുകൾ പാർട്ടിക്കുള്ളിൽ തന്നെ? തിരുത്തലുകൾ നമ്മൾ നടത്തേണ്ട പാർട്ടിക്കകത്ത് തന്നെ നടത്തും. അതിലൊട്ടും തർക്കമില്ല. മുന്നണിക്കകത്ത് വേണ്ട മുന്നണിക്കകത്തും. കാരണം ഈ മുന്നണി ശക്തമായി പോകണ്ടേ. രാജ്യത്തൊരു ബദലായി ഈ മുന്നണി ശക്തമായി പോകണമെങ്കിൽ തിരുത്തലുകളുണ്ടെങ്കിൽ അതിനകത്ത് നടത്തണ്ടേ, ജനങ്ങൾക്കത് കാണിച്ചു കൊടുക്കണ്ടേ. അപ്പം അതിനു വേണ്ടിയുള്ള പരിശ്രമം നടത്തുമല്ലാതെ അത് പരസ്യമായി വിളിച്ചു പറയുമ്പം അതാർക്കാ ഗുണം? എതിരാളികൾക്ക്. ആ ഗുണം ഒരിക്കലും നമ്മളെ കൊണ്ട് ആ ഗുണം ഉണ്ടാവാൻ പാടില്ല എന്ന കാര്യത്തിൽ നമ്മൾ വളരെ പ്രതിജ്ഞാബദ്ധരാണ്. ഈ ആദ്യത്തെ തെരഞ്ഞെടുപ്പിന് ആദ്യത്തെ വോട്ട് ചെയ്തൊക്കെ എന്തൊരു ഓർമ്മ, ആ ഓർമ്മയൊക്കെ ഒന്ന് പങ്കുവെക്കാമോ? ആദ്യ വോട്ട് നമ്മളെ സംബന്ധിച്ച് എല്ലാവർക്കും അല്ലേ? അതെ, ആദ്യത്തെ വോട്ട് ചെയ്ത് 1970 തെരഞ്ഞെടുപ്പിലാണ്. 70 തെരഞ്ഞെടുപ്പിൽ അന്ന് സപ്തകക്ഷി മുന്നണിയായിരുന്നു.
69 സപ്തകക്ഷി മുന്നണിയായിരുന്നു. 70 തിരഞ്ഞെടുപ്പിൽ അതിനുശേഷം വന്ന് അച്ഛനും വന്ന് മുന്നണിയിൽ നിന്ന് നമ്മൾ മാറി വന്നതിന് ശേഷം ഉണ്ടായ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിലാണ് ഇങ്ങനെയൊരു വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ വോട്ട് ചെയ്ത് നമ്മളവിടെ നമുക്ക് സ്ഥാനാർത്ഥി ഇല്ലല്ലോ. വോട്ട് ചെയ്ത് ആദ്യത്തെ വോട്ട് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് വോട്ട് ചെയ്ത് കോണിക്ക വോട്ട് ചെയ്യേണ്ട വന്ന് ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു. കാരണം ലീഗ് PSP RSP എല്ലാം കൂടി ചേർന്ന മുന്നണിയായിരുന്നു അന്ന്. അച്ഛനും മുഖ്യമന്ത്രിയായതിനു ശേഷം നടന്ന ആ മുന്നണി. അപ്പം തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വോട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താ പറഞ്ഞാൽ, ഒരാൾക്ക് പ്രായപൂർത്തി വോട്ടവകാശം കിട്ടിയിട്ട് ആദ്യം വോട്ട് ചെയ്യുമ്പോൾ മനസ്സിൽ ഒരുപാട് ആശങ്കയും അതുപോലെ ആഹ്ലാദം ഉണ്ടാവും. കാരണം ഞാനൊരു വോട്ടറായിരിക്കുന്നു, എനിക്ക് രാജ്യത്തിൻ്റെ പൊതുവായ കാര്യങ്ങൾ എനിക്ക് പങ്കാളിത്തം ലഭിച്ചിരിക്കുന്നു. രാജ്യത്ത് ആര് ഭരിക്കണം തീരുമാനിക്കുന്ന തീരുമാനത്തിൽ ഞാനൊരു വോട്ടറല്ലേ. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിലെ 140 കോടി ജനങ്ങളിൽ വോട്ടർമായ ആളുകൾ മുഴുവൻ ആഗ്രഹം നമ്മുടെ രാജ്യത്ത് നിന്ന് തീരുമാനിക്കുന്നത് നമ്മൾ കൂടി ചേർന്നിട്ടാണല്ലേ. അപ്പോൾ അങ്ങനെ ഒരു വിവിധ വികാരങ്ങളുമായിട്ടാണ് ആദ്യം വോട്ട് ചെയ്യാൻ പോയത്. അപ്പോൾ ആദ്യത്തെ വോട്ട് ചെയ്യാൻ വേണ്ടി പോയെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ പ്രസ്സുകളിലല്ലോ, ആ വോട്ട് ചെയ്യലിലൊക്കെ വ്യത്യാസമുണ്ടല്ലോ. നമ്മൾ ചെറുപ്പത്തിൽ ഈ അടയാളമായിരുന്നു ചെറുപ്പത്തിൽ അടയാളം. അന്ന് പാട്ട് പൊന്നരിവാൾ അമ്പിളിയിൽ കണ്ണെറിയുന്നോളി എന്ന് പറയുന്ന പാട്ടില്ലേ, ആ പാട്ടും ഇതുമായി ചേർത്തിട്ട് നമ്മൾ പാടുന്ന കാലമായിരുന്നു. അന്ന് അരിവാളും കതിരുമായിരുന്നു ചിഹ്നം. ഇന്നും അരിവാളും കതിരും തന്നെ, ചിഹ്നത്തിൽ വ്യത്യാസമില്ല ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ അന്ന് ചിഹ്നത്തിന് വോട്ട് ചെയ്ത് ആ ചിഹ്നത്തിന് ആദ്യം പെട്ടിയിലിട്ട് പിന്നെ ചിഹ്നത്തിന് വോട്ട് ചെയ്ത് പിന്നെയാണല്ലോ ഇത് വന്ന ഇലക്ട്രോളർ. അപ്പോൾ ഇത് മാറി മാറി വരും. അപ്പോൾ വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യന് കുറച്ചുകൂടി നമുക്ക് രാജ്യത്തിൻ്റെ പൊതുവായ രാഷ്ട്രീയ നിലപാടിൽ നമ്മൾ കൂടി ഭാഗമാക്കാവുന്നു എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പം എന്നെപ്പോലുള്ള ആളുകൾ പൊതുപ്രവർത്തനത്തിലൊന്നും ഉള്ളതൊരു സമയമാണ്. അതുകൊണ്ട് ആ ചിന്ത കുറച്ചുകൂടി വളർന്നു വരും. ആദ്യത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നൊക്കെ ഒരു ഓർമ്മകൾ എങ്ങനെയാണ്? മത്സരിക്കുന്നത് ഞാൻ തെരഞ്ഞെടുപ്പിൽ ആദ്യം മത്സരിച്ചത് ഞാൻ ജില്ലാ കൗൺസിൽ അതിനുശേഷമാണല്ലോ ലോക്സഭയിലേക്ക് പോകുന്നത്. അതെ അത് ഇവിടെയാ അഴീക്കോട്, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത്. നമ്മുടെ ശ്രീമതി ടീച്ചറും ഞാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായിരുന്നു അപ്പുറത്തും ഇപ്പുറത്തും. ശ്രീമതി ടീച്ചർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു, ഞാൻ ഡെവലപ്മെൻറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. നമ്മൾ TK ബാലേട്ടൻ മരിച്ചുപോയി, MLA. ജില്ലാ കൗൺസിൽ 80-ന് ശേഷം അല്ല 89 90-നടുത്താണ് ജില്ലാ കൗൺസിൽ. അന്ന് നായനാർ ഗവൺമെൻറ് കാലത്താണ് ആ ജില്ലാ കൗൺസിലിൻ്റെ വന്നതിന് ശേഷം, ഭരണത്തിൽ വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഗവൺമെൻറ് ഡിസ്പോസ് ചെയ്തിട്ട് പിന്നെ തെരഞ്ഞെടുപ്പ് നമ്മൾ ജയിച്ചില്ല. പിന്നെ കരുണാകരൻ അന്നാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഞാനെന്ന് പറഞ്ഞ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞ് ഇപ്പോൾ പൂർണ്ണമായി ബോധ്യമായി. എന്താ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ സ്ഥിരമായി നിൽക്കുക, നോക്ക് കുത്തി എന്ന് പറയുന്ന വാക്കിപ്പാണ് എന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് നോക്ക് കുത്തിയാണെന്ന് ബോധ്യപ്പെടുത്തിയത് കരുണാകരൻ ഗവൺമെൻറ് വന്നതിന് ശേഷം. അതൊക്കെ ഒരു പഴയ കഥ. ജില്ലാ കൗൺസിലാണ് മത്സരിച്ച്. ആ മത്സരത്തിൽ ഒരുപാട് അനുഭവമുണ്ട് എനിക്ക്. കാരണം ഞാൻ എൻ്റെ സ്ഥലത്തല്ല മത്സരിച്ച്, അഴീക്കോടാണ്. അഴീക്കോട് എന്ന് പറഞ്ഞാൽ എൻ്റെ അവിടുന്ന് ഒരു വേണമെങ്കിൽ ഒരു 6-7 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഈ മണ്ഡലത്തിൽ തന്നെ എത്താൻ. അപ്പോൾ ആ മണ്ഡലം എന്ന് പറഞ്ഞാൽ ടൗണിൽ നിന്ന് വിട്ടിട്ടാണ്. എനിക്ക് നല്ല പാർട്ടി ബന്ധമുണ്ടെന്നല്ലാതെ പക്ഷേ അവിടെ ഞാൻ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ച്. ആ ജയത്തിൻ്റെ ഒരനുഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഒരാൾക്ക് ഏതെങ്കിലും ഒരു സ്ഥാനത്തെത്തിയാൽ ആ സ്ഥാനം വെച്ചുകൊണ്ട് ജനങ്ങളെ സഹായിക്കാൻ എന്താ വഴി, അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം, അദ്ദേഹം അതിനെക്കുറിച്ച് നന്നായി പഠിക്കണം. നമ്മൾ ഒരു സ്ഥാനവും അലങ്കാരമായി വെക്കാൻ പാടില്ല. ഒരു ജില്ലാ കൗൺസിൽ മെമ്പർ എന്ന രീതിയിൽ ഞാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി എൻ്റെ പ്രധാനപ്പെട്ട ജോലി ഒരു ജില്ലാ കൗൺസിൽ അധികാരം എത്രത്തോളമാണ്, ആ അധികാരം ഓരോരുത്തർക്കും എന്ത് തരത്തിൽ നമുക്ക് ആ അധികാരം ഉപയോഗിച്ച് സഹായിക്കാൻ കഴിയുന്ന. കാരണം നമ്മൾ ഈ സ്ഥാനത്തെത്തുന്നതിനാ ഈ സ്ഥാനത്ത് ഗമിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടല്ല, അതുകൊണ്ട് വല്ലതും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണ് നമ്മൾ മുമ്പേ നമ്മളെ പഠിപ്പിച്ച നേതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചത്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് സ്ഥാനത്തിരുന്നാലും ആ സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് അവിഹിതമല്ലാത്ത രീതിയിൽ നേരായ വഴിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ചെയ്യണം എന്നാണ്. അതിൽ പരിശ്രമിച്ചിരുന്നു ഞാൻ.
അതാണ് അന്നുണ്ടായ ഒരു അനുഭവം ഫസ്റ്റ്. പിന്നെ തിരുവനന്തപുരത്ത് പാർലമെൻറ്റ് മത്സരിച്ചപ്പോൾ എനിക്കുണ്ടായ അനുഭവം എനിക്ക് ഇപ്പം മറക്കാൻ കഴിയില്ല. കാരണം അന്നവിടെ വലിയ ചർച്ച എന്നിട്ട് മുടിയായിരുന്നല്ലോ. ഒന്ന് മുടിയാണ്, ഒന്ന് വന്നിരിക്കുന്ന വരത്തൻ വന്നു നിന്നൊരു പ്രചരണം. ഈ രണ്ട് പ്രചരണം വന്നപ്പോൾ അതിന് ഞാൻ കൂളായിട്ട് ഞാൻ മറുപടി 1989 അല്ലേ? അല്ല 2005 പാർലമെന്റ് ഇലക്ഷൻ മറ്റേത് 89 തോന്നുന്നു. അതെ, മറ്റേത് 89. ഇത് 2005. 2004 PKB അവിടെ ജയിച്ചു. അന്ന് ഞാൻ അവൻ്റെ ഇലക്ഷൻ ചുമതലക്കാരനായിട്ട് PKBയുടെ കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം PKB പോയതിന് ശേഷം വന്ന ഇലക്ഷനാണ്. ആ ഇലക്ഷനും ഞാൻ സമ്മതമല്ലായിരുന്നു നിൽക്കാൻ. കാരണം ഒരു പാർലമെൻറ്റിലേക്ക് പോകാൻ ഉള്ള ഒരാൾ എനിക്ക് അതിനുള്ള കഴിവുണ്ടോ എന്നൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിനെ നയിച്ചത്. വേണ്ട, ഞാൻ പാർട്ടി പ്രവർത്തനം തന്നെ. ഞാൻ പൂർണ്ണമായും പറഞ്ഞു ഞാൻ മത്സരിക്കില്ലെന്ന്. അപ്പം എല്ലാവരും എന്നോട് പറഞ്ഞ് അത് പറ്റില്ല, മത്സരിക്കണം എന്ന് പറഞ്ഞു. ആ മത്സരിക്കണമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ കേരളത്തിലെ പ്രമുഖരായ പലരുമുണ്ട്. സുകുമാർ അഴീക്കോണ്ടായിരുന്നു, ചെമ്മനം ചാക്കോ സാറുണ്ടായിരുന്നു, ONV സാറുണ്ടായിരുന്നു, പിന്നെ എല്ലാ പാർട്ടിയുടെ നേതാക്കന്മാരും എല്ലാവരും കൂടി ചേർന്ന് ശ്രീ K കരുണാകരൻ എന്ന് കോൺഗ്രസിൻ്റെ ഒരു വിഭാഗമായിരുന്നു. അവരും ഞങ്ങളെ സഹായിച്ച് എല്ലാം കൂടി ചേർന്നായിരുന്നു തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ അനുഭവം എനിക്ക് സാധാരണ മനുഷ്യർ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കുമ്പോൾ അവർ നമ്മളോട് കാണിക്കുന്ന ആദരവും ബഹുമാനവും സ്നേഹവും അത് നമ്മൾ കണ്ടാൽ എങ്ങനെ അവരുടെ ഒരു പ്രശ്നത്തിന് നമ്മൾ പരിഹാരമുണ്ടാക്കാൻ വേണ്ടി പോവാം എന്നൊരു ചിന്തയാണ് നമ്മുടെ മനസ്സിനകത്ത് ഏറ്റവും കൂടുതൽ വളർന്നു വരിക. കാരണം ആ പാവപ്പെട്ട ആളുകളിലെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ പല തരത്തിലുള്ള ജനങ്ങളുള്ളത്. ഈ ജനങ്ങളിലും ഓരോ തരത്തിലും എങ്ങനെ ജീവിക്കുന്നുള്ളതിനെ പറ്റി നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കാറില്ലല്ലോ. ഇല്ല, അതിൽ നിന്ന് മാറി അതുകൂടി ശ്രദ്ധിച്ച് അടിത്തറയിൽ മനുഷ്യൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് ശരിക്കും പഠിക്കുന്നൊരവസരമാണ്. ഞാൻ തിരഞ്ഞെടുപ്പിൽ ഇങ്ങനെ രാത്രി 10 മണിയാകുമ്പോൾ മൈക്ക് നിർത്തും. അപ്പോൾ സ്വീകരണ പരിപാടി ഇങ്ങനെ പോകുമ്പോൾ വെള്ളരുടെ എത്തിയപ്പോൾ എനിക്ക് ഒരു സഹോദരി, നിങ്ങളെപ്പോലൊരു സഹോദരി എനിക്കൊരു കത്ത് കൊടുത്തന്ന്. പേഴ്സണൽ എന്നതിൻ്റെ മേലെ എഴുതിയിരിക്കുന്നു. ഒരു കന്യാസ്ത്രീയാണ്. ഞാൻ കത്ത് വാങ്ങി ചിരിച്ച് കത്ത് വാങ്ങി പോകലിട്ട് രാത്രി ഞാൻ കത്ത് വായിച്ച് നോക്കുമ്പം ആ കത്ത് എഴുതിയിരിക്കുന്ന കാര്യമാണ്. എനിക്ക് ഒരപേക്ഷയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ച താങ്കളുടെ മുടിയാണ്. ആ മുടി മുറിക്കരുത് എന്നാണ് എൻ്റെ അഭ്യർത്ഥന. കാരണം ആ മുടി താങ്കളുടെ ശക്തിയാണ്. ബൈബിളിലൊരു ഒരു കഥാപാത്രമുണ്ട്, സാംസന്റെ ശക്തി മുടിയായിരുന്നു. അതുകൊണ്ട് എൻ്റെ അപേക്ഷ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് പ്രിയപ്പെട്ട പേരെഴുതിയിട്ടില്ല, ഒരു കന്യാസ്ത്രീ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കത്ത് തന്നപ്പോൾ പേഴ്സണൽ എന്ന് പറഞ്ഞ് കത്ത് തന്നപ്പോൾ ഞാൻ നോട്ട് ചെയ്തിരുന്നു. പക്ഷേ ഞാൻ ആളാരെന്ന് ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല, എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ പറയുന്നത് ഒരാൾ സ്ഥാനാർത്ഥിയാകുമ്പം അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാനും അദ്ദേഹത്തെക്കുറിച്ച് അറിയാനും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എന്ത് സഹായം ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കാനും വോട്ടർമാർക്ക് ഉള്ള അധികാരമുണ്ട്. ആ വോട്ടർമാരുടെ അധികാരമാണ് ആ സഹോദരി വിനിയോഗിച്ച കന്യാസ്ത്രീ. അപ്പോൾ അവർ പറഞ്ഞത് ഞാൻ ആലോചിക്കുക, അവരെ ഇങ്ങനെ പറയേണ്ട കാര്യം എന്താ? അതാണ് നമ്മൾ നോക്കേണ്ടത്. ഓരോ സ്ഥാനാർത്ഥിയും ജനങ്ങൾ അളക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ജനങ്ങൾ അളക്കുന്നുണ്ട്. ആ അളവുകോലാണ് ഈ കന്യാസ്ത്രീ എനിക്കെഴുതിയ കത്തിനകത്ത് പ്രകടമാകുന്നത്. അത് എൻ്റെ മനസ്സിനകത്ത് എപ്പോഴും നിൽക്കും. കാരണം ഞാനെപ്പോഴും എൻ്റെ മനസ്സിൽ കൊണ്ടു കിടക്കുന്ന എൻ്റെ അമ്മയാണല്ലോ. അപ്പം എൻ്റെ അമ്മയെപ്പോലെ സഹോദരിയെപ്പോലെ അങ്ങനെയല്ല കാണുന്നത്. മനുഷ്യ ജീവിതത്തിൽ എപ്പോഴും എല്ലാവരോടും പെരുമാറുമ്പം ആ പെരുമാറുന്നതിനൊരു ഡിസ്റ്റൻസ് ഉണ്ട് എന്നുള്ള കാര്യം പലരും മറന്നു പോവുക. അതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനം തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണുന്ന സംഗീത കോളേജിലാണ്. ഞാൻ MN സ്മാരകത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടെ നിന്ന് TV കണ്ടിരിക്കുക. അപ്പോൾ വോട്ട് ഭൂരിപക്ഷം കൂടിക്കൊണ്ടിരിക്കുന്ന 14,000 ഭൂരിപക്ഷമായി. അപ്പോഴൊരു ജാഥ വന്ന് ഈ ജാഥയിൽ പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ സ്ത്രീകളാണ് ജാഥയിൽ പങ്കെടുത്തിരിക്കുന്നത്. അവർ കൈകൊട്ടി പാട്ടും പാടി അവർ ആവേശത്തോടെ വരിക. വന്ന ആഫീസിന് മുമ്പിൽ വന്നപ്പോൾ ഞാൻ അവരെ പോയി കൈകൂപ്പി
അപ്പോൾ അവരെൻ്റെ കാല് തൊടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് അത് പറ്റില്ല, ഞാൻ ലേശം മാറിയെന്ന്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ച വന്ന സ്ത്രീകളാണ്. ആ സ്ത്രീകൾക്ക് കാലിൽ ചെരുപ്പില്ല, കാതിൽ ഒന്നുമില്ല, കഴുത്തിലൊന്നുമില്ല, വെറും ഉടുത്ത സാരിയും ചിലർ കൈലിയുമുണ്ടാണ് ഉടുത്തിരിക്കുന്നത്. ഒന്നുമില്ല. അവർ സാധാരണ പച്ച മനുഷ്യരാണ്. അവർ കൂലി വേലയ്ക്ക് പോകുന്ന ആളുകളാണ്. അന്ന് വേല അവരെ നഷ്ടപ്പെടുത്തിയിട്ടാണ് വന്നിരിക്കുന്നത്. ആ നഷ്ടപ്പെടുത്തി ഒരു ദിവസം കൂലിയാണ് നഷ്ടപ്പെടുത്തുന്നത്. ഒരു ദിവസത്തെ കൂലി നഷ്ടപ്പെടുത്തിയാൽ ആ വീട്ടിൽ കിട്ടുന്ന വരുമാനം നിൽക്കുക. അതിൻ്റെ കഷ്ടപ്പാടൊന്നും അവർ ഓർക്കുന്നില്ല. അവർക്ക് ആഹ്ലാദം എന്താ? അവരുദ്ദേശിച്ച പ്രസ്ഥാനം ജയിച്ചിരിക്കുന്നു, ഉദ്ദേശിച്ച സ്ഥാനാർത്ഥി ജയിച്ചിരിക്കുന്നു. അതിൻ്റെ ആഹ്ലാദം പ്രകടിപ്പിച്ച് ഞാനിത് കണ്ടപ്പോൾ പെട്ടെന്ന് ഓർത്ത് എൻ്റെ അമ്മയെ ഓർത്ത്. ഞാൻ അറിയാതെ എൻ്റെ കണ്ണിന്ന് കണ്ണീര് വന്ന് ഞാൻ നേരെ ബാത്റൂമിൽ പോയി വാഷ് ചെയ്ത്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട എത്രയെത്ര മനുഷ്യർ, പാവപ്പെട്ട മനുഷ്യരാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് ചെയ്യാൻ വരുന്നത്. ആ വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് അവർക്കെല്ലാവർക്കും എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷെ അവർക്കൊന്നുണ്ട്. അവർക്ക് രാജ്യത്തിൻ്റെ പൊതു രാഷ്ട്രീയത്തിൽ അവർക്ക് അനുകൂലമായ, അവരെ പിന്നാലെ വരും തലമുറയ്ക്ക് അനുകൂലമായ നേട്ടമുണ്ടാവണം എന്ന പ്രതീക്ഷയാണ് അവർ വരുന്നത്. അതുകൊണ്ട് ഈ പാവങ്ങൾ പച്ചപ്പാവങ്ങൾ, ഞാൻ ആലോചിച്ച് ഞാനൊരു പാർലമെൻറ്റ് മെമ്പറായാലും ഈ പാവങ്ങൾക്ക് എനിക്ക് എന്താ ചെയ്യാൻ കഴിയുക? ഒരു പാർലമെൻറ്റ് മെമ്പർ എന്ന രീതിയിൽ ചെയ്യാവുന്ന കുറേയൊക്കെ കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു തോന്നൽ ഉണ്ടായിട്ടില്ലേ? പാർലമെന്റ് മെമ്പർ ആയാലും മന്ത്രിയാവുക, അങ്ങനെയൊക്കെയുള്ള അധികാര പദവികളിലേക്ക് അത് ചെയ്യാവുന്നതിൻ്റെ പരിമിതിയുണ്ട് സഹോദരി. അതല്ലേ കാര്യം. ഞാനിപ്പം ഈ കാര്യത്തിൽ ഞാൻ ആലോചിക്കുക എന്ത് ചെയ്യാൻ പറ്റുന്ന, അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട്. നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സാധാരണ നേതാവായി നിൽക്കുന്നതിനേക്കാൾ അപ്പുറം ചെയ്യാൻ കഴിയാമായിരുന്നില്ലേ? അങ്ങനെയുള്ള പദവികളൊക്കെ വേണ്ടാന്ന് വെച്ച് മാറ്റി നിൽക്കുമ്പോൾ അങ്ങനെ അത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാന്ന്. നമ്മളെ പാർട്ടിയിൽ തന്നെയുള്ള ആളുകളിൽ അവരോട് നമുക്ക് പറഞ്ഞ് ചെയ്യിക്കാം. അതുപോലുള്ള വിഷയങ്ങൾ വരുമ്പോൾ ആ വിഷയങ്ങൾ ഇടപെടുകയും അവരെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ പരമാവധി പരിശ്രമിക്കുകയും ചെയ്യുക എന്നല്ലാതെ നമ്മൾ ഈ കാര്യത്തിൽ അത് ഞാൻ തന്നെ ചെയ്യണം, ഞാൻ എന്ന് പറയുന്ന ആ ഭാവത്തിൽ നമ്മൾ മാറണം. ഞങ്ങൾ എന്നാണ്, ഞങ്ങൾ പ്രസ്ഥാനം എന്നുള്ളതാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് ഞങ്ങൾ. ഇപ്പം ഞാനെന്ന് പറയുന്ന മനുഷ്യന് എന്താ ഈയുടെ പ്രസക്തി? ഞാൻ കണ്ണൂരിലൊരു കക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച്, ഒരു സാധാരണ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച്, എനിക്കെന്താ പ്രസക്തി വേറെ? ഞാനിപ്പോൾ തിരുവനന്തപുരത്തുകാരുടെ കൂടെ അവരിൽ ഒരാളാണ്. എവിടെയും അങ്ങനെയാണല്ലോ. മറ്റെന്താ എനിക്കെന്താ പ്രത്യേകത? ഒന്നുമില്ല. എന്നെ എങ്ങനെയാണ് ജനങ്ങൾ അറിയുന്നത്? എന്നെ ജനങ്ങൾ അറിയുന്നത് എൻ്റെ കഴിവ് കൊണ്ടാണോ? ഒരിക്കലുമില്ല. ഞാനൊരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരാളുണ്ടെന്നും ആ ആൾ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണെന്നും അതുകൊണ്ട് ആ ആൾ ഇങ്ങനെ ആ ആളെ നമുക്ക് ബന്ധപ്പെടാമെന്നൊരു തോന്നലുണ്ടാകുന്നത് അതുകൊണ്ടല്ലേ. അതുകൊണ്ട് ആരും ഞാൻ എന്ന് പറയുന്നതല്ല, ഞാൻ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ ഇങ്ങേയറ്റത്തുള്ളൊരു കണ്ണി മാത്രമാണ്. അതിൽ കൂടുതലൊന്നും ഉണ്ടെന്ന് ആരും ധരിച്ചേക്കരുത്. ആർക്കും അങ്ങനെ വ്യക്തിപരമായ അപ്രമാദിത്വം, രാഷ്ട്രീയത്തിൽ അങ്ങനെ ആരെയും വ്യക്തിപരമായ അപ്രമാദിത്വത്തിൽ കാണണ്ട. അങ്ങനെ കാണുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കേരളത്തിൽ പന്ന്യൻ രവീന്ദ്രൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ പലതരത്തിൽ നമ്മൾ കാണാറുണ്ട്. ഒന്ന്, നമുക്ക് സിനിമയുമായി ബന്ധപ്പെട്ട് ചില ഇഷ്ടങ്ങൾ താങ്കൾക്കുണ്ട്. അതുപോലെ ഒരു കായിക രംഗവുമായി ബന്ധപ്പെട്ട് ഫുട്ബോളൊക്കെ വളരെ പ്രിയപ്പെട്ടത്, അർജൻറ്റീനയാണ് ഇഷ്ട ടീമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് ഉറപ്പില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇപ്പം രാഷ്ട്രീയത്തിൽ നിന്ന് കുറച്ച് മാറിയോ? മനസ്സൊക്കെ മാറി എഴുത്തിലേക്കും സിനിമയിലേക്കും ഈ പറയുന്ന കളിയെഴുത്തിലേക്കും ഒക്കെ മാറിയോ? ഇല്ലില്ല, രാഷ്ട്രീയത്തിൽ നിന്ന് എനിക്ക് മാറാൻ കഴിയില്ല. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞാൻ സ്വീകരിക്കുന്നത് എങ്ങനെയാണ്? ഒരനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയത്തിൽ വരുന്നത്. എൻ്റെ നാട്ടിലെ സാധാരണ മനുഷ്യൻ്റെ ജീവിതവും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടിട്ടാണ്. എനിക്ക് 3 വയസ്സുള്ളപ്പം എൻ്റെ അമ്മ, പാവപ്പെട്ട ഒരു കുടുംബത്തിൽപ്പെട്ട എൻ്റെ അമ്മ എന്നെ കൂട്ടിക്കൊണ്ടുപോയി AKG കാണാൻ കൂട്ടിക്കൊണ്ടുപോവുക. എന്നിട്ട് AKGക്ക് എന്നെ കൊണ്ട് മാല ചാർത്തിക്കുക. അമ്മ എപ്പോഴും പറയും, നീ AKGക്ക് മാലയിട്ട ആളാണ്, AKGക്ക് മാലയിട്ട ആളാണ് എന്ന് പറയുമ്പം ഞാൻ ആരാണ് AKG എന്നറിയില്ല. പിന്നെയാണ് AKGയെക്കുറിച്ച് പഠിക്കുന്നത്, AKGയുടെ പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് AKGയുടെ പ്രസ്ഥാനം. AKG പോരാളിയാണ്, പാവപ്പെട്ടവൻ്റെ പടത്തലവനാണ്. AKG എന്ന് പറയുന്ന ആൾ നമ്മളെ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച ആളാണ്. ഇതൊക്കെ മനസ്സിലാക്കുന്നത് പിന്നെയാണ്. അപ്പം അങ്ങനെ നമ്മുടെ നാട്ടിലെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊക്കെ കമ്മ്യൂണിസ്റ്റ് ആകുന്നത്. ഞാൻ രാവിലെ നടന്നു വരും കോർജാൻ സ്കൂളിലേക്ക്.
നമ്മൾ കുട്ടികളെല്ലാം കൂടിയിട്ട് ഒരു ദിവസം രാവിലെ നടന്നു വരുമ്പോൾ അവിടെ കമ്പനീൻ്റെ മുമ്പിൽ സമരമാണ്. എന്താ സമരം എന്നറിയോ? നെയ്ത്ത് തൊഴിലാളികൾ കൂലി കൂടുതലിന് വേണ്ടി സമരമാണ്. ആ സമരത്തിൽ പിന്നെ അന്ന് തൊഴിലാളികൾ AITUC ആണെന്ന് തൊഴിലാളി സംഘടന, അവർ സമരം നടത്തുക, കൊടിയും പിടിച്ച് സമരം നടത്തുക. അപ്പോൾ ഒരു വണ്ടിയിൽ ഈ അവിടുത്തെ തുണി വണ്ടിയിൽ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോകുമ്പോൾ ഒരു തടഞ്ഞു വെച്ച് പോലീസ് വരുന്നു. നമ്മളെല്ലാം കാണത്തക്ക രീതിയിൽ പോലീസ് കണ്ടമാനം അടിക്കുക. അടി കൊള്ളുമ്പോൾ ഇവൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം ഒലിച്ചിറങ്ങുമ്പോൾ അവൻ മുദ്രാവാക്യം വിളിക്കുക, ഇൻകുലാബ് സിന്ദാബാദ്. അപ്പം നമ്മൾ കുട്ടികൾ, സ്കൂളിൽ പോകുന്ന കുട്ടികൾ, നമുക്കറിയില്ല, ഞാൻ 3ാം തരത്തിൽ പഠിക്കുക അറിയില്ല, പക്ഷെ നമ്മളും വിളിച്ചതിൻ്റെ കൂടെ ഇൻകുലാബ് സിന്ദാബാദ്. അങ്ങനെ സിന്ദാബാദ് വിളിച്ച് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പാർട്ടിയിലേക്ക് വരുന്നത്. മറ്റല്ലാതെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചിട്ടല്ല ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാകുന്നത്. ഇങ്ങനെ അനുഭവമാണ് നമ്മളെയൊക്കെ കമ്മ്യൂണിസ്റ്റുകാരനാക്കുന്നത്. അതുകൊണ്ട് നമ്മളൊന്നും ഇവിടെ വരുന്നത് എന്തെങ്കിലും വലിയ ആഗ്രഹത്തിന് പൂർത്തീകരണത്തിന് വേണ്ടിയാണെന്ന് ധാരണയൊന്നും വേണ്ട. അങ്ങനെയല്ല, നമ്മൾ വന്നിരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. ജീവിതത്തിൽ അത് തന്നെയാണ്. കാലത്തെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഒരുപാട് മാറ്റം, അങ്ങനെപ്പോലെയുള്ള വളരെ തുച്ഛം, എണ്ണിയാൽ കയ്യിൽ എണ്ണാൻ പോലും ഉണ്ടാവില്ല ഈ നിലപാടുകളുള്ളവർ. അതല്ലാതെ പുതിയ കാലത്തെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ, ജീവിത സാഹചര്യങ്ങളിൽ അവരുടെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അല്ല, സാധാരണഗതിയിൽ പഴയതുപോലെ അല്ലല്ലോ. പഴയകാല സൈക്കിളിൽ പോലെ ഇപ്പോൾ സൈക്കിളിൽ പോകേണ്ട കാര്യമില്ലല്ലോ. ഇതൊക്കെ ചെറിയ മാറ്റം ഉണ്ടാവുകയെ, ചെറിയ മാറ്റങ്ങളിലേക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്. അല്ല, അതിലപ്പുറം ഉണ്ടെങ്കിൽ അത് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മളിന്ന് കാണേണ്ട പൊതുപ്രവർത്തകർ കാണേണ്ട കാര്യം എൻ്റെ അനുഭവമാണ്. ഏത് പൊതുപ്രവർത്തകനെയും ജനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ എവിടെ പോയാലും, എന്നെ ഇപ്പോൾ എവിടെ പോയാലും ആളുകൾക്കറിയാലോ, അവർക്ക് അറിയാം, എന്നോട് ഇടപെടാനും അറിയാം. അവർ ഓരോരുത്തരും നിരീക്ഷിക്കുന്നുണ്ട്, അവർ എങ്ങനെ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഉദാഹരണം, ഞാനൊരു ചാനൽ ചർച്ചയിൽ ഇങ്ങനെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ എന്തോ ചാനൽ ചർച്ചയിൽ സംസാരിച്ച് കഴിഞ്ഞ് എനിക്കൊരുപാട് ഫോൺ വരും. ഇത് കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുണ്ട് ഫോൺ വിളിക്കുന്നത്. അവരെന്നോട് ചോദിച്ചു, അല്ല സാർ വാച്ച് മാറിയോ? അപ്പോൾ ഞാൻ പറഞ്ഞു, വാച്ച് മാറാനോ? ഇല്ലല്ലോ, മാറിയില്ലല്ലോ. അപ്പോൾ പറഞ്ഞില്ല സാർ, മാറി. കഴിഞ്ഞ തവണ സാറ് ഒരു സിൽവർ ചെയിനായിരുന്നല്ലോ, ഇത്തവണ അത് ഒരു സ്റ്റേപ്പാണല്ലോ, അപ്പോൾ പുതിയ വാച്ച് വാങ്ങിയിട്ടുണ്ടല്ലേ? ഞാൻ പറഞ്ഞല്ല സുഹൃത്തെ, അത് ആ ചെയിന് പൊട്ടിപ്പോയതുകൊണ്ട് സ്റ്റേപ്പ് ഇട്ടതാണ്, അങ്ങനെയാണ്. അത്രത്തോളം സൂക്ഷിക്കുന്നുണ്ട് ആളുകൾ. നിങ്ങൾ നമ്മളോട് ഇതൊന്നും പറയുന്നില്ല, നമ്മളെ കാണുമ്പോൾ വളരെ ഗംഭീരമൊക്കെ ആളുകൾ നിൽക്കുന്നുണ്ടെങ്കിലും അവരെ മനസ്സിനകത്ത് നമ്മളെക്കുറിച്ചുള്ള കാര്യങ്ങൾ മുഴുവൻ അവരെ മനസ്സിനകത്ത് എഴുതി വെക്കുന്നുണ്ട്. നമുക്കൊക്കെ വേണ്ടി ഒരു ഗ്രാഫ് ഉണ്ട് അവരെ മനസ്സിൽ. നല്ലത് ചെയ്യുമ്പോൾ നല്ലതായിട്ട് എഴുതും, അല്ലെങ്കിൽ അത് മൈനസായിരിക്കും. മൈനസ് കൂടി വന്നാൽ നമ്മൾ ആ കൂട്ടത്തിൽ പോവും. അതുകൊണ്ട് അതൊന്ന് പൊതുപ്രവർത്തകർ മനസ്സിലാക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാനതൊക്കെ ആലോചിക്കുന്നത് മാത്രമേ ഉള്ളൂ. എനിക്ക് ഈ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത്, സത്യം പറഞ്ഞാൽ പൊതുപ്രവർത്തക രംഗത്ത് എൻ്റെ അമ്മ കൂടി ആഗ്രഹിച്ചായിരിക്കും. ചിലപ്പം അമ്മയപ്പം പറയും, നീ വലിയ ആളാവണമെന്ന്. ഞാൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കും, അമ്മ മരിച്ച്, അമ്മ ഇപ്പം നമ്മളെ കൂടിയില്ല. പക്ഷേ അമ്മയുടെ ആഗ്രഹം ഒന്നാണ്, നേരിൻ്റെ വഴിയിലേ പോകാൻ പാടുള്ളൂ, നേരിൻ്റെ വഴിയിലേ പോകാൻ പാടുള്ളൂ, ഒരിക്കലും മനുഷ്യനെ വഞ്ചിക്കരുത്. ഇത് അമ്മ പറഞ്ഞ വാക്കാണ്. ആ വാക്ക് ഞാൻ പാലിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അറിഞ്ഞുകൊണ്ട് ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല, ആരെയും പ്രത്യേക വിരോധത്തിനും പോയിട്ടില്ല. അത് രാഷ്ട്രീയ പ്രവർത്തകർ പൊതുവെ കാണിക്കുന്ന ഒരു നീതിയാണ്. എനിക്ക് മുമ്പേ നടന്ന ആളുകൾ അതൊക്കെ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. അതിലുള്ള പറഞ്ഞു തന്ന നേതാക്കന്മാരുടെ കഥയാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. അതിൽ നിന്ന് കൂടുതലായി ഞാൻ വലിയൊന്നും ആഗ്രഹിച്ചില്ല. ഇതിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കൂടി എന്തെങ്കിലും എനിക്ക് ആഗ്രഹിക്കാൻ തോന്നിയില്ല. ആഗ്രഹിക്കേണ്ട കാര്യമില്ല. ഒരുപാട് പാവങ്ങൾ, ഒരു ഗതിയില്ലാത്ത ആളുകളാണ്. ആ കൂട്ടത്തിൽ നമ്മളുണ്ടോന്ന്. അമ്മ വളർത്തിയൊരു മകനാണല്ലോ എല്ലാ അർത്ഥത്തിലും. അച്ഛൻ നേരത്തെ മരിക്കുന്നു. പിന്നെ അമ്മയുടെ ഒരു പോരാട്ടമായിരിക്കുമല്ലോ സ്വാഭാവികമായും മകനെ ഇങ്ങനെ ഒരു വളർത്തിയെടുക്കുക എന്ന് പറയുന്നത്. ആ കാലം ഊഹിക്കാവുന്നതിനും അപ്പുറമായിരിക്കും ഒരു സ്ത്രീ ആ ഒരു സാഹചര്യത്തിൽ അതിജീവിക്കുക എന്ന് പറയുന്നത്. ഇന്നുള്ളതിനേക്കാൾ വളരെ മോശമായിരിക്കും അല്ലേ? അതൊക്കെ അനുഭവിച്ചു വന്ന ഒരാൾ. അപ്പോൾ അമ്മയോടുള്ള ഭയങ്കര സ്നേഹം എപ്പോഴും ഞാനിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അമ്മയെക്കുറിച്ച് പറയുമ്പോൾ അത്രമാത്രം ബഹുമാനത്തോടു കൂടി, അത്രമാത്രം സ്നേഹത്തോടു കൂടി. അമ്മയാണ് എൻ്റെ സ്വഭാവ രൂപീകരണം മുഴുവൻ അമ്മയാണ്. എന്നെ ഞാനാക്കിയത് അമ്മയാണ്. ഒരു തവണ മാത്രമാണ് ഞാൻ മദ്യപിച്ചത്. ആ മദ്യപാനം നിർത്തിച്ച അമ്മയാണ്. ആ മദ്യപാനം നിർത്തിച്ചത് അമ്മ എന്നെ വടികൊണ്ട് അടിച്ചിട്ടില്ല. അമ്മയുടെ കണ്ണീര് കണ്ടപ്പം ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി.
സംഭവം യാദൃച്ഛികമായിട്ടാണ്. എൻ്റെ കൂടെ ഫുട്ബോൾ കളിക്കുന്ന ഒരു കളിക്കാരൻ, ആ കളിക്കാരൻ്റെ ചേട്ടൻ പട്ടാളത്ത് വന്നതാണ്. അന്ന് പട്ടാളത്ത് വരുമ്പോൾ വലിയ കുപ്പിയായിട്ട് വരിക. എന്നെ അവിടെ വീട്ടിൽ ക്ഷണിച്ച് ഭക്ഷണത്തിന്. അന്ന് ഭക്ഷണമെന്ന് പറയുന്നത് നമുക്ക് വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഭക്ഷണം, വയറ് നിറച്ച് ഭക്ഷണം. അവിടെ പോയി ഭക്ഷണം കഴിക്കാൻ, അവിടെ നല്ല ആവി പറക്കുന്ന പുട്ടും അതിൻ്റെ കൂടെ തന്നെ കോഴിയിറച്ചി, കോഴീനെ സ്വന്തം വീട്ടിൽ വളർത്ത കോഴി വെട്ടിയതാണ്. ഇത് കഴിച്ചിട്ട് ഇതുമായിട്ടാണ് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചത്. ഞാൻ ആർത്തിയോടെ തിന്നുക. നമ്മളൊരു 4-5 ചെറുപ്പക്കാരുണ്ട്. അപ്പോഴാണ് ഓരോ ഗ്ലാസ് കൊണ്ടുവന്ന് വെച്ചത്. അപ്പം ഞാനിങ്ങനെ നോക്കി, ഞാൻ വിചാരിച്ച വെള്ളം ആയിരിക്കും. അപ്പോൾ ചുവന്നത് ഞാൻ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു. അത് ഏട്ടൻ കൊണ്ടുവന്നാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. അപ്പം നിർബന്ധിച്ചപ്പോൾ അവരെ കൂടെ ഞാൻ കുടിച്ച്. ആ കുടിയാന്ന് അമ്മ വീട്ടിൽ വന്നപ്പോൾ അമ്മ മനസ്സിലാക്കി. അമ്മ ഒന്നും പറഞ്ഞില്ല. അടുത്ത ദിവസം അന്ന് രാത്രി ഞാൻ ഉറങ്ങി, ഇതിൻ്റെ ആലസ്യത്തിൽ ഉറങ്ങി. അടുത്ത ദിവസം രാവിലെ ഉച്ചയാകുമ്പോൾ ഞാൻ അവിടുന്ന് പുറപ്പെടുന്നത്. കാരണം ഉറക്കം ഞെട്ടിയിട്ട് പോകേണ്ട. അടുത്ത ദിവസം ഞായറാഴ്ചയാണ്. ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെടാൻ വേണ്ടി അമ്മ വിളിച്ചു പോവാ, ഇന്നലെന്താ കഴിച്ച്. ഞാൻ സത്യമായി പറഞ്ഞു. എന്നോട് പറഞ്ഞത് ആദ്യത്തെയും അവസാനത്തെയും കഴിക്കലാണ് കേട്ടോ. അത് പറയുമ്പോൾ എൻ്റെ അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ധാരധാരയായി ഒഴുകി. ഞാനും കരഞ്ഞു. നമ്മൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അന്ന് നിർത്തിയ സഹോദരി പിന്നെ ഞാൻ കഴിച്ചിട്ടില്ല. അതൊക്കെ ഒരു അനുഭവ പാഠമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ വളർന്നു വരുന്ന ഒരമ്മക്ക്, ഏതമ്മക്കും മക്കളെക്കുറിച്ചുള്ള ഒരുപാട് പ്രതീക്ഷ ഉണ്ടാവില്ലേ? ആ പ്രതീക്ഷ എന്താണെന്ന് ചിലപ്പോൾ മക്കളോട് പങ്കുവെച്ചെന്ന് വരില്ല. പക്ഷെ മനസ്സിലതുണ്ടാകും, നീറി പോകുന്നുണ്ടാവും. ആ മനസ്സിനെ ഒന്ന് ഉൾക്കൊള്ളാൻ മക്കൾ തയ്യാറാവണം. ആ തയ്യാറാവുന്നതിന് അമ്മ കാണിക്കേണ്ട ഒരു രീതിയാണ് എൻ്റെ അമ്മ കാണിച്ചത്. എന്നെ ആ സമയത്ത് 4 അടിയടിച്ചെങ്കിൽ അതോടെ തീരുമായിരുന്നു. പക്ഷെ തീരുമില്ല. ജീവിതകാലം മുഴുവൻ ആ കണ്ണീരെൻ്റെ മനസ്സിലുണ്ട്. അടിയാണെങ്കിൽ അടി, അപ്പോൾ വേദന പോയാലും അടി അങ്ങ് പോയി. അതാണ് ജീവിതത്തിൽ അമ്മ എന്ന് പറയുന്ന ആ വികാരമില്ലേ. മാർച്ചൻ ഗോർക്കിയുടെ അമ്മയെപ്പോലെ, എന്തിനും ONV സാറിൻ്റെ അമ്മയെപ്പോലെ. ONV സാറിൻ്റെ ഒരു കവിതയുണ്ട്, അമ്മ എന്ന് പറയുന്നത്. 9 പേരവർ കൽപ്പണിക്കാർ, ഓരമ്മ പെറ്റവരായിരുന്നു. ആ കൽപ്പണിക്കാരുടെ ജീവിതത്തെക്കുറിച്ചും അവസാനമായി ഒരമ്മ മണ്ണിനോട് ചേരുന്നതിന് മുമ്പ് എൻ്റെ ഒരു ഭാഗവും, എൻ്റെ മാറിൻ്റെ ഒരു ഭാഗം അവിടെ മാറ്റി വെക്കണം എന്ന് പറഞ്ഞ അമ്മയില്ലേ. എൻ്റെ കുഞ്ഞ് കരയുമ്പം ആ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ. ആ അമ്മയാണ് നമ്മുടെ മനുഷ്യൻ്റെ മനസ്സാക്ഷി. ആ അമ്മയാണ് നമ്മുടെ നാട്ടിൻ്റെ സമ്പത്ത്. ഈ നാടിൻ്റെ മാതാവ് എന്ന് പറയുന്ന അമ്മയാണ്. ആ ഓർമ്മ നമുക്കുണ്ടായെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ പലപ്പോഴും വഴിതെറ്റ് നടക്കുന്ന പലർക്കും നേരായ മാർഗം കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈ പലപ്പോഴും അമ്മ ഈ രാമായണം, മഹാഭാരതം പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിലേ പറഞ്ഞു തന്നിട്ടുണ്ടാവുമല്ലോ അല്ലേ? അത്തരം കുറേ കാര്യങ്ങൾ പിന്നെ ഈ സമീപകാലത്ത് എഴുതുന്നുമുണ്ട് അല്ലേ? ആ വിഷയങ്ങളിലൊക്കെ രാമായണത്തെക്കുറിച്ചും മഹാഭാരതത്തെക്കുറിച്ചും ഒക്കെ ആധികാരികമായി സംസാരിക്കുന്നു, പല ചർച്ചകളിലും പങ്കെടുക്കുന്നു. ഇടയ്ക്ക് എപ്പോഴോ പറയുകയുണ്ടായി, പഴയ കാലത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ പുതിയ പരീക്ഷണങ്ങളായി നമ്മുടെ മുൻപിൽ വരുന്നതെന്ന്. ഈ ഇന്ത്യൻ ശാസ്ത്ര, അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ, ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ്സിൽ സംഘപരിവാറിൻ്റെ കുറേ നിലപാടുകൾ ഈ സമീപകാലത്ത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന പറയുമ്പോൾ പലപ്പോഴും വിമർശിക്കുന്ന ആളുകൾ അതിനെ കാണുന്നൊരു രീതി ഉണ്ടായിരുന്നു. അതായത് സംഘപരിവാർ അനുകൂലമായ ആളുകൾ ഇത്തരമൊരു നിലപാട് പറയുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനിൽ നിന്ന് ഇങ്ങനൊരു പ്രസ്താവന പ്രതീക്ഷിച്ചിരുന്നില്ല എന്നൊരു വിമർശനം അങ്ങ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരെക്കുറിച്ചൊരു തെറ്റായ ധാരണ പൊതുവിലുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും പഠിക്കാത്ത ആളുകൾ, ഇതിനൊന്നും എല്ലാം നിഷേധികൾ എന്നുള്ളത് തെറ്റാതെ. ഈ രാമായണം എന്ന് പറയുന്ന മഹാകാവ്യം ത്രേതായുഗത്തിലാണ്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഈ 4 യുഗങ്ങളാണ്. ആ 4 യുഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് മനുഷ്യരാശിയുടെ ജന്മത്തിന് 5 ലക്ഷം വർഷത്തിൻ്റെ പഴക്കമെന്ന് നരവംശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അപ്പോൾ ഒരു 1-2 ലക്ഷം വർഷം മുമ്പാണ് രാമായണം എഴുതിയത്. രാമായണം എഴുതുന്ന ആ കാലത്താണ്. ആ രാമായണം എഴുതിയ കാലത്ത് ഈ രാജ്യത്ത്, ലോകത്ത് എവിടെയെങ്കിലും വല്ല മതങ്ങളുണ്ടായോ? മതങ്ങൾ മുതൽ 4000-4500 വർഷമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ രാമായണം എന്ന് പറയുന്ന മഹാകാവ്യം നമ്മുടെ രാജ്യത്തിലെ എല്ലാ മനുഷ്യരുടെയും പൈതൃക സ്വത്താണ്. അതൊരു മതത്തിൻ്റെ കാവ്യമല്ല അത് രാമായണം. രാമായണം എന്ന് പറയുന്ന രാമായണത്തിലെ ശ്രീരാമൻ എന്ന് പറയുന്നില്ലേ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഉത്തമനായ ഒരു മനുഷ്യനാണ് അതെന്ന്
രാമനെക്കുറിച്ച് പറയുന്നത്. രാമൻ അനുഭവിച്ച പോലുള്ള ത്യാഗങ്ങൾ ആരനുഭവിച്ച്, സീത അനുഭവിച്ച പോലുള്ള കഷ്ടപ്പാടുകൾ ആരനുഭവിച്ച്? രാമനും സീതയും കഥാപാത്രം നമുക്ക് എക്കാലവും ഓർക്കാവുന്ന കഥാപാത്രമല്ലേ? മാത്രമല്ല, ആ എഴുതിയിരിക്കുന്ന ആളോ വാൽമീകിയോ പിടിച്ചുപറിക്കാരൻ, കവർച്ചക്കാരൻ വാൽമീകിയ. കവർച്ചക്കാരൻ ഒരുത്തനെ മാനസാന്തരപ്പെടുത്തിക്കൊണ്ട് ഒരു മഹർഷിയാക്കി മാറ്റാൻ വേണ്ടി കഴിയുന്നുണ്ടെങ്കിൽ അതൊരു ചില്ലറ കാര്യമല്ലല്ലോ. ആ കാവ്യത്തിനുള്ള പ്രത്യേകതയില്ലേ? ആ പ്രത്യേകത എന്തിനാ വിസ്മരിക്കേണ്ട കാര്യം? ചില ആളുകൾ പറയുന്നത് ഈ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ അവരെ നിരീശ്വരവാദികൾ മാത്രം അല്ല. കമ്മ്യൂണിസ്റ്റുകാരെ കൂട്ടത്തിന് മഹാഭൂരിപക്ഷം ആളുകളും ഈശ്വര വിശ്വാസികളാണ്. പക്ഷേ ഇതുപോലുള്ള പുറത്ത് ആ പ്രാകൃതമായുള്ള വിശ്വാസമല്ല, ആ വിശ്വാസം മനസ്സിനകത്താണ്. ഒരാൾക്ക് വിശ്വസിക്കാലോ, എന്തോ വിശ്വസിക്കാലോ, പക്ഷെ അത് പ്രാകൃതമാകാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. വിശ്വസിക്കാലോ. ഞാൻ ദൈവവിശ്വാസിയല്ല, പക്ഷേ ഈ നാട്ടിൽ മഹാഭൂരിപക്ഷം ആളുകൾ ദൈവവിശ്വാസികളാണ്. ആ ദൈവവിശ്വാസികളോട് എനിക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനമാണ്, ആദരവാണ്, സ്നേഹമാണ്. എന്തുകൊണ്ട് ആ ദൈവവിശ്വാസി എന്ന് പറഞ്ഞാൽ ഒരുപാട് തെറ്റിയില്ല. തെറ്റിയുമ്പോൾ അവന് ഭയമുണ്ട് ദൈവത്തെ. ഞങ്ങൾക്കും തെറ്റിയാൻ കഴിയില്ല. പൊതുപ്രവർത്തകർക്ക്, കമ്മ്യൂണിസ്റ്റുകാർക്ക് തെറ്റിയുമ്പോൾ നമുക്ക് ഭയമുണ്ട്. ആരെ? ജനങ്ങളെ ഭയന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ജനങ്ങളുടെ ദാസന്മാരായ ഈ നാട്ടിലെ പൊതുപ്രവർത്തകന്മാർ ജനങ്ങളെ മേലെ യജമാനന്മാരല്ല. അങ്ങനൊരു ധാരണ വേണ്ട. അങ്ങനെയുള്ള ആളുകളെ നമ്മളൊക്കെ, അല്ലാതെ രാമൻ എന്ന് പറയുന്ന കഥാപാത്രത്തെക്കുറിച്ച് താങ്കളെന്താ ഇടയ്ക്ക് സംശയം ചോദിച്ചു? രാമനെ ദൈവമായിട്ട് തന്നെ കാണുന്നുണ്ടോ, അതോ അങ്ങനെയല്ല വായിക്കുന്നത് എങ്ങനെയാണ്? രാമനെ വായിക്കുന്ന ആദ്യ കാവ്യമാണ് രാമായണം. അതാ ഞാൻ പറഞ്ഞത്, ത്രേതായുഗത്തിലാണ് രാമായണം ഉണ്ടായത്. ആ രാമായണം ഉണ്ടായതിന് ശേഷം ലോകത്തിൽ വന്നിരിക്കുന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട്. പക്ഷെ രാമായണത്തിനുള്ള പ്രത്യേകത എന്താ പറഞ്ഞാൽ, ഈ രാമൻ എന്ന് പറയുന്ന കഥാപാത്രമില്ലേ, ഈ കഥാപാത്രത്തിൽ ചില ആളുകൾ രാമനെ കൊണ്ടുപോയിട്ട് ഭക്തിയോടുകൂടി രാമനെ ആദരിക്കുക. അതായിക്കോട്ടെ, ഏത് ആളെയും നിങ്ങൾക്ക് വേണമെങ്കിലും ദൈവമായിട്ട് ആരാധിക്കാം. ദൈവം എന്നൊരു ശക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ശക്തിയെക്കുറിച്ച് ഇപ്പോൾ തർക്കത്തൊന്നും ഞാൻ പോകുന്നില്ല. ദൈവം ഉണ്ടെന്ന് പറഞ്ഞവർക്ക് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാം, ഇല്ലെന്ന് പറഞ്ഞവർ ഇല്ലെന്ന് വിശ്വസിക്കാം. അതാണ്ട് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത. എന്തോ ആവാം, പക്ഷേ ഏത് കാര്യത്തിലും ഒരു നീതി വേണം എന്ന് മാത്രമേ ഉള്ളൂ. നീതി വേണം, സത്യം വേണം. ദൈവം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിനകത്തുള്ള അവൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഇറക്കി വെക്കാനുള്ള ഒരു അത്താണിയാണ്. അതാണ് നേരത്തെ പറഞ്ഞത്, ഈ മതം മനുഷ്യൻ്റെ ഭാരം ഇറക്കി വെക്കാനുള്ള അത്താണിയാണെന്ന് പറയുന്നത്. എന്തുകൊണ്ട്? മനുഷ്യൻ്റെ മനസ്സിലുള്ള ദുരിതങ്ങളെല്ലാം തൽക്കാലത്തേക്ക് ആശ്വാസനം കൊണ്ടുപോയി വെക്കാൻ പറ്റുന്ന ഒരു അത്താണിയാണ്. അതിനൊരു തെറ്റുമില്ല. മാർക്സ് എവിടെയും പറഞ്ഞില്ല നിങ്ങൾക്ക് വിശ്വസിക്കാമോ വിശ്വസിച്ചുകൂടെയോ എന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ ഭൗതികവാദം, നമ്മൾ നേരെ കാണുന്ന കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കുകയും അതനുസരിച്ച് ശരിയെന്ന് തോന്നുന്നത് സ്വീകരിക്കുകയും ചെയ്യും. മതങ്ങൾ പറയുന്ന മതങ്ങളുടെ വിശ്വാസങ്ങളായിക്കോട്ടെ, ആ വിശ്വാസങ്ങളെ നിഷേധിക്കാൻ നമ്മൾ പോകുന്നില്ല. നമ്മളൊരു മതത്തെക്കുറിച്ച് ഇപ്പോൾ തർക്കിക്കാൻ നമ്മൾ പോകുന്നില്ലല്ലോ, ഇല്ല. രാമനെ നമ്മൾ സ്വീകരിക്കുന്ന മതമായതുള്ള മഹാത്മാഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തെ ജനകീയവൽക്കരിച്ചതിൻ്റെ ഒരു പ്രധാന ഭാഗം രാമരാജ്യം എന്ന പേരാണ്. ആ രാമരാജ്യം എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധി വെറുതെയല്ല. അദ്ദേഹം ഈ ബാരിസ്റ്റർ ഉദ്യോഗമായിട്ട് ഇവിടെ നാട്ടിൽ വന്നപ്പം ഗ്രാമങ്ങൾ കാണാൻ പോയി. അന്ന് നേരിൽ കണ്ടത് ആ മനുഷ്യന് ഉടുമുണ്ടിനും മറുമുണ്ടില്ല, ഒരു നേരത്തെ ഭക്ഷണമില്ല, മനുഷ്യരെല്ലാം പ്രാകൃത മനുഷ്യർ ജീവിക്കുക. ആ നാട് കണ്ടപ്പം ഇയാൾക്ക് തോന്നി ഒരാൾക്കും അക്ഷരജ്ഞാനമില്ല. ഇപ്പം മഹാത്മാഗാന്ധി ഒരു കാര്യം മനസ്സിലാക്കി, എല്ലാവരും വൈകുന്നേരം വിളക്ക് വെച്ച് രാമനാമം ജപിക്കുന്നുണ്ട്, രാമരാം. അതുകൊണ്ടാണ് രാമരാജ്യം എന്ന് പേരിടുന്നതിൻ്റെ കൂടെ അദ്ദേഹം പറഞ്ഞു, എൻ്റെ രാമരാജ്യം എന്ന് പറഞ്ഞാൽ എന്താ? പ്രജാതൽപരനായ ഭരണാധികാരിയാണ്. പ്രജകളുടെ ആഗ്രഹത്തിനും ഇഷ്ടത്തിനും അവരുടെ ജീവിതത്തിനും വേണ്ടി ഭരിക്കുന്ന ഭരണാധികാരി. ആ ഭരണാധികാരി രാമരാജ്യത്തിലെ ഭരണാധികാരി. കാലത്ത് രാമരാജ്യം എന്ന വാക്കിന് വേറെയും പ്രസക്തി ഉണ്ടല്ലോ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ. അല്ല, ആ രാമരാജ്യമാണ്. ആ രാമരാജ്യത്തെയാണ് കൊണ്ടുപോയിട്ട് കാപട്യത്തിൻ്റെ രാമരാജ്യമാക്കുന്നത്. എന്തുകൊണ്ട്? മഹാത്മാഗാന്ധി രാമ 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 എന്ന് അദ്ദേഹം ജപിക്കുന്നുണ്ട്. എന്നാൽ ഗാന്ധിയെ കൊന്ന ഗോഡ്സിയും രാമരാമൻ്റെ ജപിച്ചുകൊണ്ടാണ് ഗാന്ധിയെ കൊന്നത്. അതാ കാപട്യം എന്ന് പറയുന്നത്. നമ്മൾ സത്യവും മിഥ്യയും തിരിച്ചറിയണം. ആ സത്യത്തിൻ്റെ വഴിയിലേക്ക് നമ്മൾ പോകണം, മിഥ്യയുടെ വഴിയിലേക്ക് പോകല്ല. നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളെ സത്യത്തിൻ്റെ വഴി ഉള്ളപ്പോൾ തന്നെ മിഥ്യയുടെ വഴിയിലേക്ക് കൊണ്ടുപോകുക നമ്മളെ ഭരണാധികാരികൾ. അവർ അതിനുവേണ്ടി എല്ലാം ഉപയോഗിക്കുക.
നമ്മുടെ ചരിത്രം അവർ വളച്ചൊടിക്കുന്നു, മാറ്റിയിടുന്നു. പുരാണങ്ങൾ അവർക്ക് പറ്റിയ രീതിയിൽ അവർ വളച്ചൊടിക്കുന്നു. അങ്ങനെ മനുഷ്യനെ തെറ്റായ മാർഗത്തിലേക്ക് മനുഷ്യനെ നയിക്കാൻ വേണ്ടി ഏറ്റവും വൈദഗ്ധ്യമുള്ളവരവർ. കാരണം അവർ ലോകത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റുകളുടെ ഭാഗമാണിതെന്ന കാര്യം കൂടി മാറുന്നുണ്ട്. ഈ കാനം രാജേന്ദ്രൻ്റെ ഒരു വിടവ് നികത്താൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇനിയിപ്പോൾ പാർട്ടി അതിനെ എങ്ങനെയാണ് ആ ഒരു വാക്കും ഫില്ല് ചെയ്യാൻ ആലോചിക്കുന്നത്? കാനം തൻ്റെ വേർപാട് നമ്മളെ വല്ലാതെ ഷോക്കാക്കിയതാണ്. നമ്മുടെ പാർട്ടിക്ക് ഒരു നല്ല ശക്തിയായിരുന്നു അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞ അവിചാരിതമായിട്ട്. നമ്മളാരും ധരിക്കാതെ, നമ്മളും ധരിച്ചില്ല, അദ്ദേഹവും ധരിച്ചില്ല, ഡോക്ടർമാരും ധരിച്ചില്ല, അവിചാരിതമായി പോയി. അദ്ദേഹം നമുക്ക് ഒരു വലിയ ശക്തിയായിരുന്നു. ആ വേർപാട്, ഒരാളുടെ വേർപാട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതുപോലെ നികത്താൻ കഴിയില്ല. അത് നമ്മൾ പരമാവധി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അത് പരിശ്രമം നമ്മുടെ പ്രസ്ഥാനമല്ലേ. പ്രസ്ഥാനം എല്ലാത്തിനെയും കടന്നുകൊണ്ട് വരണമല്ലോ. അത് അതിജീവിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കൃഷ്ണപിള്ള 48-ൽ മരിച്ചപ്പം നമ്മുടെ പ്രസ്ഥാനത്തിന് ആകെ ഒരു കരുത്തായിരുന്നു കൃഷ്ണപിള്ള, നഷ്ടപ്പെട്ടു. അതിനുശേഷം നമ്മളതിനെ അതിജീവിച്ച് പോയി. ഓരോ നേതാക്കന്മാർ മരിക്കുമ്പോൾ അങ്ങനെയാണ്. നമുക്ക് വെളിയം ഭാർഗവൻ മരിച്ച്, ചന്ദ്രപ്പൻ മരിച്ച്, എല്ലാവരും അങ്ങനെ വിട്ടുപോകുന്ന ആളുകളെല്ലാം തന്നെ നമ്മുടെ പ്രസ്ഥാനത്തിന് അത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്ത ആളുകളാണ്. അത്തരം ആളുകളുടെ ഓർമ്മ നമ്മുടെ മനസ്സിലൊന്നുണ്ടാവും. അവർ നമുക്ക് വേണ്ടി ചെയ്ത സേവനങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കില്ല. അതെന്നും നമ്മുടെ മനസ്സിലുണ്ടാവും. രാജേന്ദ്രൻ അടുത്ത കാലത്ത് നമ്മളെ വല്ലാതെ വേദനിപ്പിച്ചാണ് കടന്നുപോയത്. അത് നമ്മളെ വല്ലാതെ ഷോക്കായിരുന്നു. നമ്മൾ തിരിച്ചു വരാൻ ശ്രമിക്കുക. ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് മുന്നണിയുടെ ഒരു LDF മുന്നണിയുടെ ഒരു നമുക്ക് വലിയ പ്രതീക്ഷയുടെ തെരഞ്ഞെടുപ്പിൽ. കാരണം രാജ്യത്തിലെ ജനങ്ങൾ പൊതുവിൽ ഇന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക്, ആ ദുരിതങ്ങൾക്ക് കാരണക്കാരായ ഭരണാധികാരികൾ, ആ ദുരിതങ്ങൾ ആളുകൾ തന്നെ, ഭരണാധികാരികൾ തന്നെ ഇപ്പോൾ പറയുന്നത് എന്താ പറഞ്ഞാൽ, മതത്തിൻ്റെ പേരിൽ മനുഷ്യൻ്റെ ഭിന്നിപ്പിച്ച ആ ദുരിതത്തിൽ നിന്ന് മനുഷ്യൻ്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുക. ഇതുപോലെ ക്രൂരമായ ഫാസിസ്റ്റ് രീതിയിൽ ഭരിച്ചൊരു ഭരണാധികാരി ഉണ്ടായിട്ടില്ല. ആ ഭരണാധികാരി മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ ഭിന്നിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ മലയാളം എന്താ പറഞ്ഞാൽ, മനുഷ്യൻ്റെ ജീവിതം തന്നെ ദുസ്സഹമാക്കിയിരിക്കുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമാണ് കേരളം. അപ്പോൾ ഇന്ത്യൻ ഭരണാധികാരി വർഗത്തിനെതിരായി ശക്തമായ ജനങ്ങളുടെ വികാരം പ്രകടിപ്പിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ കേരളത്തിൽ. അതുകൊണ്ട് ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചേ മതിയാവും. 20 സീറ്റും നമ്മൾ ജയിക്കാനുള്ള പരിശ്രമമാണ് നമ്മൾ നടത്തുന്നത്. കാരണം ജനങ്ങൾക്ക് അക്കാര്യം പൂർണ്ണമായ ബോധ്യമാണ്. മതനിരപേക്ഷത ഇന്ത്യയിൽ കാത്തുസൂക്ഷിക്കുന്ന ഒരു സർക്കാർ കേരളത്തിലുണ്ട്. എന്നാൽ ഇവിടെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന പ്രധാനപ്പെട്ട കക്ഷിയായ കോൺഗ്രസ്, കേരളത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് കാണിക്കുന്നത് ഇരട്ടത്താപ്പാണ്. കോൺഗ്രസ്സിന് ഒരിക്കലും മതനിരപേക്ഷത ശരിക്കും പാലിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല. അവർ ചാഞ്ചാട്ടത്തിൻ്റെ വഴിയിലേക്കാണ് പോകുന്നതെന്നുള്ള ജനങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ നാട്ടിൽ രാജ്യത്ത് BJPക്ക് പകരമായി കേരളത്തിൻ്റെ പ്രതിനിധികളായി 20 പാർലമെൻറ്റ് മെമ്പർമാർ രാജ്യത്തിലെത്തുമ്പോൾ ആ 20 പേർ നമ്മുടെ രാജ്യത്തിന്, മതേതര പ്രസ്ഥാനത്തിന് ശക്തി പകരുന്ന ആളുകളായിരിക്കണമെന്ന് ജനങ്ങൾ കണക്കുകൂട്ടുന്നുണ്ട്. അതിനു വേണ്ടി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെല്ലാം വിജയിപ്പിക്കാൻ ജനങ്ങൾ മുന്നോട്ട് വരുമെന്നാണ് പൂർണ്ണ പ്രതീക്ഷ. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിനടുത്താണ് നമുക്ക് വീണ്ടും കാണാം. അവസാന തെരഞ്ഞെടുപ്പിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്.